പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. സിദ്ധി സിദ്ധി എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക എന്നർത്ഥം. കിട്ട, ലഭിക്ക. പുറമേ നിന്നും പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതൊക്കെ സിദ്ധിയാണ്. പക്ഷെ ആ സിദ്ധികളൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യും. പൊതുവെ ഒരു ചൊല്ലുണ്ട്, സിദ്ധന്റെ സിദ്ധികൾ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കാനേ കൊള്ളുള്ളൂ, സിദ്ധന് പ്രയോജനപ്പെടില്ല എന്നാണ്. ഒരു സിദ്ധിയേ ഉള്ളൂ നമുക്ക് പ്രയോജനപ്പെടണത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഉള്ളത് 40. സിദ്ധമായി ഉള്ള പൊരുളை தேர்ந்து ഇരുത്തൽ സിദ്ധി, പിറസിദ്ധിയെല്ലാം സ്വപ്നമാ സിദ്ധികളെ. എപ്പോഴും സിദ്ധമായിട്ടുള്ള വസ്തു നേടിയെടുക്കേണ്ടതല്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എങ്കിലും കിട്ടണില്ല എന്നാണ്. കയ്യിലിരിക്കുന്ന നെല്ലിക്കണി പോലെ കഴുത്തിലിട്ടിരിക്കുന്ന മാല പോലെ മൂക്കത്ത് വെച്ച കണ്ണട പോലെ ശാസ്ത്രം പറയുന്നു, ഋഷികൾ പറയുന്നു, അനുഭവജ്ഞാനികൾ പറയുന്നു, നമ്മളൊക്കെ ആത്മസ്വരൂപികളാണ്. അതിനെ അറിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സിദ്ധി കിട്ടാനില്ല, ലാഭം കിട്ടാനില്ല. ആത്മലാഭാത് പരോ ലാഭ, എല്ലാഭാന്ന അപരോ ലാഭ, യത് സുഖാന്ന അപരം സുഖം, യത് ജ്ഞാനാഥന അപരം ജ്ഞാനം, തദ് ബ്രഹ്മേതി അവധാരയേത്. ഏതൊരു ലാഭത്തിന് മേലെ മറ്റൊരു ലാഭം കിട്ടാനില്ലയോ? ഏത് കിട്ടിക്കഴിഞ്ഞാൽ കൃതകൃത്യോ ഭവതി, സ്തബ്ധോ ഭവതി, തൃപ്തോ ഭവതി, ആത്മാരാമോ ഭവതി, ന കിഞ്ചിത് വാഞ്ചതേ ന ശോചതി. ഭക്തിസൂത്രത്തിൽ നാരദൻ പറയാണ്, എന്ത് കിട്ടിക്കഴിഞ്ഞാലാണോ ന കിഞ്ചിത് വാഞ്ചതേ, ഒന്നും ആഗ്രഹിക്കില്ല, ന ശോചതി, ദുഃഖിക്കില്ല, നോത്സാഹി ഭവതി, പുറമേക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് കിട്ടാനുണ്ടെന്ന് ധരിച്ച് പ്രവർത്തിക്കില്ല, ആത്മാരാമോ ഭവതി, തന്നിൽ തന്നെ രമിച്ചിരിക്കും, തേൻ കുടിക്കുന്ന വണ്ടുപോലെ, മത്തോ ഭവതി, സ്തബ്ധോ ഭവതി, തൃപ്തോ ഭവതി എന്നാണ്. ഉന്മത്തനായിട്ട് തീരുന്നു, ആത്മാരാമനായിട്ട് തീരും. അത്തരത്തിലൊരു സിദ്ധി ആ സിദ്ധിയെ അങ്ങനെ ഒന്നുണ്ട് എന്ന് ചെവിയിൽ കേൾക്കണത് തന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷം.
ശ്രവണായാപി ബഹുഭിർയോണ ലഭ്യ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കണുണ്ടല്ലോ, കേൾക്കണുണ്ടല്ലോ, ഇതിനൊരു വളരെ വളരെ വ്യക്തമായ ഒരു നിയമമുണ്ട് എന്നാണ് വേദം പറയണത്. എല്ലാവർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നാണ്. ശ്രവണായാപി ബഹുഭിഹി യോ ന ലഭ്യ. കേൾക്കാൻ പോലും അനേകം അനേകം സഹസ്രം ആളുകളില് സാധ്യമല്ല എന്നാണ്. ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഹു. കേട്ടാലും അനേക സഹസ്രം പേരിൽ എല്ലാരും ഒന്നും അറിയില്ല. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. ഇതിനെ വേണ്ടവണ്ണം കേട്ട് അറിഞ്ഞു പറയുന്ന വക്താവ് ആശ്ചര്യമാണ്, ഒരു വലിയ വിസ്മയമാണെന്നാണ്. ആത്മജ്ഞാനം നേടിയവൻ വലിയ കുശലനാണെന്നാണ്. അതിനെ അറിഞ്ഞവൻ വലിയ ആശ്ചര്യമാണ്. അറിഞ്ഞവനിൽ നിന്നും പറഞ്ഞു കേട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ധ്യാനിച്ച് വിചാരം ചെയ്ത് അറിയുന്ന ഒരു ജിജ്ഞാസു, ഒരു സാധകൻ, ഒരു ശിഷ്യൻ, അയാൾ അതിനേക്കാളും വലിയ ആശ്ചര്യമാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ആശ്ചര്യമായൊരു പൊരുൾ. ഏറ്റവും വലിയ ആശ്ചര്യം എന്താ? നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ വണ്ടർ. ഹിമാലയമോ താജ്മഹാളോ റോക്കറ്റോ സാറ്റലൈറ്റോ ആറ്റം ബോംബോ ന്യൂക്ലിയർ ബോംബോ ഒന്നും വിസ്മയമല്ല. ഏറ്റവും വലിയ വിസ്മയം ഞാൻ തന്നെയാണ്. ഏറ്റവും വലിയ വിസ്മയം നമ്മളുടെ അന്തരംഗത്തിലുള്ള അനുഭൂതി മണ്ഡലമാണ്, ഉള്ളിലുള്ള അനുഭവമണ്ഡലമാണ്. അനേക അനേക സഹസ്രം പേരില് ആരോ കുറച്ചാളുകള് അതിനെ കേൾക്കണു. കേൾക്കാൻ കുറച്ചു പേർക്ക് ഭാഗ്യം കിട്ടണു. അതിലും വളരെ വിരളം ആളുകള് അതിനുവേണ്ടി പ്രയത്നിക്കണം. ആ സത്യത്തിനെ അറിയാനായിട്ട്, ആത്മജ്ഞാനത്തിനായിട്ട്, ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ഭക്തിമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ യോഗമാർഗത്തിലോ ഏതെങ്കിലും മാർഗം എന്താന്നുള്ളത് മുഖ്യമല്ല, ആ മൂവ്മെന്റാണ് മുഖ്യം. നിങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് ബസ്സിൽ വരണോ, കാറിൽ വരണോ, സ്കൂട്ടറിൽ വരണോ, നടന്നു വരുന്നു, അതൊന്നും മുഖ്യമല്ല. ദൂരത്തുള്ളവർ ചിലപ്പോൾ കാറിൽ വരും, അതിനേക്കാളും ദൂരത്തുള്ളവർ ചിലപ്പോൾ ട്രെയിനിൽ വരും, അടുത്തുള്ളവർ നടന്നു വരും. ഏത് വഴിയിൽ നടന്നു വരണം എന്നുള്ളത് മുഖ്യമല്ല. ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ചലനമുണ്ടല്ലോ, അതാണ് പ്രധാനം. അതൊരു വലിയ വിസ്മയമാണ്. ജീവന്റെ ഉള്ളിലുള്ള ഫ്ലവറിങ്, ആ ബ്ലോസമിങ്, അതിനേക്കാളും വലിയൊരു പ്രതിഭാസം ഒന്നും കാണാനില്ല. അത് കണ്ടിട്ടാണ് രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദൻ ആദ്യമായിട്ട് ദക്ഷിണേശ്വരത്തിന് ഉള്ളിൽ വരുമ്പോ പിടിച്ചിരുത്തി, മുറിയിൽ അടച്ചിരുത്തി, തലയിൽ പുഷ്പിട്ട് ആരത്തി കാണിച്ച് ആരത്തി ഒഴിഞ്ഞ് നമസ്കരിക്കുകയൊക്കെ ചെയ്തു നരേന്ദ്രനാഥ് ദത്താവിനെ. നരേന്ദ്രനാഥൻ വിചാരിച്ചു ഈ പൂജാരിക്ക് തലയ്ക്ക് കിറുക്കാണ്, എന്നെ എന്തിനാ പൂജിക്കണത്, നീ നാരായണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാ പൂജിക്കണത്. അപ്പൊ ഈ പൂജാരിക്ക് നല്ല വട്ടാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് മുറി തുറന്നിട്ട് പുറത്തു വന്നപ്പോ രാമകൃഷ്ണദേവൻ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കണത് കണ്ടപ്പോ നരേന്ദ്രന് മനസ്സിലായി, ഇത്രയും ബുദ്ധിശാലിയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും ഹ്യൂമറസ് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട്. ഇദ്ദേഹം അകത്ത് കാണിച്ചത് തനിപ്രാന്ത്, പുറത്തു വന്നാൽ അസാമാന്യമായ സൂക്ഷ്മ ബുദ്ധി. അപ്പൊ എന്താ ഈ അകത്ത് ചെയ്ത? പിന്നീട് സ്വാമി പറയണ്ട്, ഈച്ച് വൺ ഓഫ് യു ഈസ് എ വാക്കിംഗ് ടെമ്പിൾ. And the greatest phenomenon that can happen is the blossoming of the soul. അത് രാമകൃഷ്ണദേവൻ നരേന്ദ്രനാഥിൽ കണ്ടതാണ്.
ആ വേഗം, ആ ഫോഴ്സ്, അതാണ് ഈശ്വരന്റെ ആവിർഭാവാണത്. അതാണ് നമുക്ക് ബ്രഹ്മജിജ്ഞാസ, തത്വജിജ്ഞാസ ഉള്ളിൽ ഉണ്ടാവണുണ്ടല്ലോ. അതിനേക്കാളും വലിയൊരു പ്രതിഭാസമല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയെ. ഒരാളുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ സീക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ വേദം തന്നെ ലൈസൻസ് തന്നു പുറത്തുവിട്ടു. ഇനി എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ എന്നാണ്. ഇപ്പൊ അയാള് ഗ്രാവിറ്റേഷണൽ പുള്ളിന് പുറത്തു പോകുന്ന വാഹനം പോലെയാണത്. ഗുരുത്വാകർഷണ ശക്തിക്ക് പുറത്തുപോയ ഒരു ബഹിരാകാശ വാഹനം പോലെയാണ്, ഒരു സ്പേസ് ഷട്ടിൽ പോലെയാണ്. വേദം തന്നെ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്തത്തെ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. ജിജ്ഞാസുരപി, യോഗിയായിരിക്കണമെന്നില്ല എന്നാണ്. അയാള് ബ്രഹ്മവിദ്യക്ക് ജിജ്ഞാസുവായി തീരുമ്പോ തന്നെ ശബ്ദബ്രഹ്മാതിവർത്തത്തെ കൊടുത്തുവിട്ടു. പാസ്പോർട്ട്, വിസ ഒക്കെ കൊടുത്തു, പുറത്തുപോയി. അങ്ങനെയുള്ള ആളുകൾ തന്നെ വളരെ റെയറാണെന്നാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം. ആരൊക്കെ യത്നം ചെയ്യുന്നു അവരൊക്കെ സിദ്ധന്മാരാണ്. ഇവിടുന്ന് ബോംബെയിലേക്ക് പോവാൻ ടിക്കറ്റ് വാങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി എത്തിയിട്ടുള്ളവരൊക്കെ തന്നെ. ചിലർ ട്രെയിനിൽ കയറിയിട്ടുണ്ടാവും, ചിലർ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും ബോംബെയിൽ പോയതിന് തുല്യമാണ് ഏകദേശം. കാരണം പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ളവരില് അതിലും ഒരു ആശ്ചര്യം എന്താ, അനേകം സാധകന്മാരുണ്ട്, ഭക്തന്മാരുണ്ട്. സാധകന്മാരെന്ന് പറയണത് ജിജ്ഞാസുക്കൾ എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു ക്ലാസ്സാണ്. അവർ വളരെ റെയറാണ്. നമ്മളിപ്പോ ഭാഗവത സപ്താഹം സത്രമൊക്കെ നടത്തുമ്പോ 5000 പേര് 10,000 പേര് വരണ്ട്. അവരൊക്കെ ജിജ്ഞാസുക്കളോ സാധകന്മാരോ ഒന്നുമല്ല. ആ കൂട്ടരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ കൂട്ടരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവരെ ഉള്ളിൽ നിശ്ചയിച്ചവരാണ് ഭഗവാൻ മാത്രം സത്യം, ബാക്കിയൊന്നും സത്യമല്ല എന്ന് നിശ്ചയിച്ചവരാണ് അവർ. അവരും സംസാരികളായിരിക്കും, ലൗകികരായിരിക്കും. അവർക്കും വ്യവഹാരവും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. മറ്റുള്ളവരെക്കാളും ചിലപ്പോൾ മോശമായിരിക്കും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഗീതയിൽ തന്നെ പറഞ്ഞു, എന്താണ്, അഭിചേത്സു ദുരാചാര, പരമദുരാചാരിയായിട്ട് പോലും ഇരിക്കും എന്നാണ്. പക്ഷെ ഉള്ളില് ഭഗവത് പ്രാപ്തിയാണ് സത്യമെന്ന് തീരുമാനിച്ച ആള്, ദുരാചാരിയായിട്ടിരിക്കുന്ന ആള് റോക്കറ്റ് പോലെ ചിലപ്പോ മേലെ പോകും. സദാചാരികളെയൊക്കെ കടന്നു പോകുമെന്നാണ്. ആ നിശ്ചയമാണ് ഏറ്റവും വലിയ ഫോഴ്സ്. എന്താ? ഭഗവാൻ സത്യം. രാമകൃഷ്ണ പരമഹംസര് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, ഭഗവാൻ മാത്രം സത്യം, ബാക്കിയുള്ളതൊക്കെ മിഥ്യ, ലോകം മിഥ്യ, ഭഗവാൻ സത്യം. ഭഗവത് സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഭാഗവതം തുടങ്ങുമ്പോ തന്നെ സൂതൻ ശൗനകാദി മഹർഷികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഭാഗവതം കേൾക്കണമെങ്കിൽ ആദ്യം ഒന്ന് അറിഞ്ഞോളൂ, ധർമ്മമോ അർത്ഥമോ കാമമോ ലക്ഷ്യമല്ല. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോ അർത്ഥായോപകൽപ്പത്തെ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ കാമസ്യനേന്ദ്രിയപ്രീതിഃ ലാഭോ ജീവേത യാവത ജീവസ്യ തത്വജിജ്ഞാസാന അർത്ഥോ യശ്ചേഹ കർമ്മഭിഃ വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ജീവന് തത്വജിജ്ഞാസ ഉണ്ടാവുന്നതാണ് ധർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും കാമത്തിന്റെയും ഒക്കെ ലക്ഷ്യം. തത്വജിജ്ഞാസ ഉണ്ടായോ അവനൊരു സ്പെഷ്യൽ ക്ലാസ്സാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഭഗവാൻ പറയണത്. അവരൊക്കെ തന്നെ ജിജ്ഞാസ ഉണ്ടായിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ജ്ഞാനം ഉണ്ടാവും. ജിജ്ഞാസയിൽ നിന്നും വിചാരം ഉണ്ടാവും, വിചാരത്തിൽ നിന്നും ജ്ഞാനം ഉണ്ടാവും.
വിചാരം ഉള്ളിലുണ്ടായാൽ ആത്മജ്ഞാനം ഉണ്ടാവാൻ അധിക സമയമില്ല. ജിജ്ഞാസ ഉണ്ടായാൽ സൂര്യോദയത്തിന് മുമ്പുണ്ടാവുന്ന അരുണോദയം പോലെയാണ്. അധികം വൈകാതെ സൂര്യൻ ഉദിക്കും എന്നർത്ഥം. ആ ജിജ്ഞാസ എങ്ങനെ വരണു? അതും ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാന്റെ തന്നെ ഒരു ശ്വാസപ്രശ്വാസം പോലെയാണത്. ഹി റിവീൽസ് ഇറ്റ്. ചിലരുടെ ഉള്ളിൽ ആ സമയമാകുമ്പോ അതെങ്ങനെ തുറക്കും. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളില് കുറച്ചുപേര് യത്നം ചെയ്യണു. യത്നം ചെയ്യുന്ന ആളുകളിൽ ചിലര് വളരെ പക്വമായിട്ടുള്ളവര് വ്യക്തി തത്വജ്ഞാനികളായിട്ട് തീരണു. തത്വജ്ഞാനി തന്നെ മുക്തപുരുഷൻ. ആത്മാവിന്റെ സ്വരൂപം തന്നെ നിത്യമുക്തമാണ്. നമ്മള് ചിലപ്പോഴൊക്കെ ജീവൻ മുക്തൻ, വിദേഹമുക്തൻ എന്നൊക്കെ പറയും. അതൊക്കെ വെറും വാക്കുകളാണ്. ജീവൻ മുക്തി, വിദേഹമുക്തി എന്നൊക്കെ പറയണതൊക്കെ വെറും വാക്കുകളാണ്. പാരമാർത്ഥികമായി പറഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി. അജ്ഞാനം നീങ്ങിയാൽ നമുക്കറിയാം നമ്മൾ എന്നേ മുക്തരായിരുന്നു എന്ന്. ഇപ്പൊ മുക്തരായതല്ല, എപ്പോഴും നമ്മൾ മുക്തരായിരുന്നു, ബദ്ധരായിരുന്നു എന്നുള്ളൊരു അജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അജ്ഞാനം അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോ നിത്യമുക്തമായ വസ്തു നിത്യമുക്തമായിട്ട് പ്രകാശിക്കുകയാണ്. അതാണ് തത്വതഃ വേത്തി എന്ന് ഭഗവാൻ പറഞ്ഞു. താത്വികമായി എന്നെ അവര് ശിവനായിട്ടോ കൃഷ്ണനായിട്ടോ വിഷ്ണുവായിട്ടോ രാമനായിട്ടോ മാത്രമല്ല, എല്ലാ അവതാരങ്ങൾക്കും സോഴ്സ്. ഭാഗവതത്തില് ശ്ലോകമുണ്ട്, അവതാര ശതൈക ബീജം എന്നാണ്. ബ്രഹ്മാവ് ഉള്ളില് ആത്മധ്യാനം ചെയ്യാണ്. ആ ആത്മാവിനെ വിശേഷിപ്പിക്കുകയാണ്. എന്താ ഈ ധ്യാനിക്കുന്ന വസ്തു എന്താണ്? അവതാര ശതൈക ബീജം. സകല അവതാരങ്ങൾക്കും ഏത് സോഴ്സോ എല്ലാം ഏതിന്റെ മാനിഫെസ്റ്റേഷനാണ്. ഒരു അഗ്നി ഉണ്ടെങ്കിൽ അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗം വരുന്ന പോലെ ഈ അന്തര്യാമിയിൽ നിന്നും മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, ശരീരം, പ്രപഞ്ചം ഒക്കെ വരെയാണ്. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തെ സ്വരൂപാഃ തഥാക്ഷരാത് സൗമ്യഭാവാഃ പ്രജായന്തെ തത്ര ചൈവാപി യന്തി. യഥാ സുദീപ്താത് പാവകാത്, നല്ലവണ്ണം ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും സ്ഫുലിംഗങ്ങൾ, തീപ്പൊരികൾ ഉണ്ടാവുന്ന പോലെ ഈ അന്തര്യാമിയിൽ നിന്നും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, പ്രപഞ്ചം ഒക്കെ തോന്നുകയാണ്. അതിലാവട്ടെ വാസ്തവത്തിൽ ഒന്നും സംഭവിക്കണില്ല, അതേ ഉള്ളൂ. അതിനെ അറിയുന്നതാണ് തത്വതഃ വേത്തി, തത്വജ്ഞാനം എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഈ അധ്യായത്തിന്റെ പ്രത്യേകത, അതിലേക്ക് നമ്മൾ വരികയാണ്. പരാപര വിദ്യയാണ് ഈ അധ്യായം. പരത്തിനെയും അപരത്തിനെയും അറിഞ്ഞാൽ ഒരുത്തൻ പൂർണ്ണമായും സ്വതന്ത്രനാവും. ധ്യാനസ്ഥിതിയിൽ, സമാധിസ്ഥിതിയിൽ, വിചാരം ചെയ്യുന്ന സ്ഥിതിയിൽ ഉള്ളിൽ അറിയുന്നത് പരാവിദ്യ. ഉണർന്നു കഴിഞ്ഞാൽ മുമ്പിലെ വസ്തുക്കളൊക്കെ കാണുന്നു. നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് നിശ്ചയമായിട്ടും വരും. ധ്യാനിക്കുമ്പോൾ നമ്മൾക്കൊക്കെ ശാന്തിയുണ്ട്, വിചാരം ചെയ്യുമ്പോൾ നമുക്ക് ശാന്തിയുണ്ട്. വിചാരം വിട്ടു, ധ്യാനം വിട്ടു, സംസാരത്തിലേക്ക് വരുമ്പോ പിന്നെ ഒക്കെ ബന്ധമാണ്, കലബലയാണ്, വികൽപ്പാണ്. ആ വികൽപ്പവും നിവർത്തിച്ച് വ്യവഹാരത്തിലും യാതൊരാൾക്കാണോ ജ്ഞാനം നഷ്ടപ്പെട്ടു പോവാത്തത്. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയാണ്, ജ്ഞാനിക്ക് സ്വപ്നം ഉണ്ടാവുമോ എന്നാണ്. ചില യോഗികളൊക്കെ പറയും സ്വപ്നം ഉണ്ടാവില്ല എന്നുള്ളത് യോഗികളുടെ അഭിപ്രായമാണ്. അപ്പൊ ജ്ഞാനിക്ക് സ്വപ്നം ഉണ്ടാവുമെന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. ജാഗ്രത ഉണ്ടാവുമെങ്കിൽ സ്വപ്നം എന്തുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല? ഉണ്ടാവും. ജാഗ്രത എങ്ങനെയുണ്ടോ അതുപോലെ സ്വപ്നവും ഉണ്ടാവും. അപ്പൊ പിന്നെ എന്താ വ്യത്യാസം? ജാഗ്രത ഉള്ളപ്പോഴും സകലതും ആത്മസ്വരൂപമാണെന്ന് അവൻ അറിയും.
ആത്മൈവേദം സർവം. അങ്ങനെ ജാഗ്രത്തിൽ സകലതും ആത്മസ്വരൂപമാണെന്നറിയുന്ന ജ്ഞാനിക്ക് സ്വപ്നത്തിലും സകലതും ആത്മസ്വരൂപമാണെന്നുള്ള അറിവ് വിട്ടുപോവാതെ നിൽക്കും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജാഗ്രതോ സ്വപ്നമോ സുഷുപ്തിയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്മയല്ല, ആത്മാവ് മാത്രമേ ഉണ്മയായിട്ടുള്ളൂ. അപ്പോ ആ സ്ഥിതിയിൽ യാതൊരുത്തൻ വന്നുവോ അവന് ഹൃദയഗ്രന്ഥി ഭേദം വന്നുപോയിരിക്കണമെന്നാണ്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദ്രഷ്ടേ പരാവരേ എന്നാണ് ഉപനിഷത് മന്ത്രം. അങ്ങനെയാണ്. തസ്മിൻ ദ്രഷ്ടേ പരാവരേ. പരവും അപരവുമായി, അൺമാനിഫെസ്റ്റും മാനിഫെസ്റ്റും ഒക്കെ തന്നെ പരമേശ്വര സ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് സമാധി സ്ഥിതിയിലല്ല. അപ്പൊ പ്രഹ്ലാദൻ ഉണർന്നിരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഒക്കെ നാരായണനാണ്. ഹിരണ്യകശിപു അടക്കം പ്രഹ്ലാദന് നാരായണനാണ്. ഹിരണ്യകശിപു പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം നാരായണന്റെ ഒരു സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഹിരണ്യകശിപു, പലരും ചോദിക്കും ഭാഗവതത്തില്, ഹിരണ്യകശിപുവിന് നേരിട്ട് അങ്ങോട്ട് പ്രഹ്ലാദനെ കൊന്നുകൂടെ, എന്തിനപ്പോ വേറെ ഓരോ ആളുകളെയൊക്കെ ഏർപ്പാടാക്കണത്? പറ്റണില്ല ഹിരണ്യകശിപുവിന്. കാരണം പ്രഹ്ലാദന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഹിരണ്യകശിപു ദുർബലനായിട്ട് പോവാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആള്. അത് ഹിരണ്യകശിപുവിനും മനസ്സിലാവണില്ല എന്താ കാരണമെന്ന്. എന്താന്ന് വെച്ചാൽ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനെ നോക്കുമ്പോ അച്ഛനായിട്ടും നോക്കണില്ല, അസുരനായിട്ടും നോക്കണില്ല, നാരായണ സ്വരൂപമായിട്ടാണ്. ആ ദൃഷ്ടി അവിടെ വീഴുമ്പോ അവിടുന്ന് ഇങ്ങടേക്ക് കൊല്ലാനോ ഒന്നും പറ്റില്ല. എങ്ങനെ ചെയ്യും? അതാണ് മുക്തിയുടെ ലക്ഷണം. അതായത് അവർക്ക് യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമ. അവൻ പൂർണ്ണ ഗ്രന്ഥിഭേദം വന്ന ജ്ഞാനിയാണ്. അങ്ങനെയുള്ളവന് ധ്യാനമൊന്നും വേണ്ട. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ അനാത്മാശ്രയോഹം മമാധ്യാസഹാനാദ് നമേ ധാരണാ ധ്യാനയോഗാദയോപി. ധാരണയും ധ്യാനയോഗവും ഒന്നുമില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ എന്നുള്ളത് തന്നെ മരിച്ചു. ഇനിയിപ്പോ ആര് ധ്യാനിക്കും? ധ്യാനിക്കുന്ന ആളെ ഇല്ല അവിടെ. എന്തിനെ ധ്യാനിക്കും? സ്പെഷ്യലായിട്ട് ധ്യാനിക്കാൻ എന്താ ഉള്ളത്? ആത്മാവിൽ നിന്ന് അന്യമായ ഒരു വസ്തുവുമില്ലെന്ന് അറിഞ്ഞ ജ്ഞാനിക്ക് ഇനിയിപ്പോ ധ്യാനം കൊണ്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ കേട്ടോളൂ കേട്ടോ. നിങ്ങൾ ധ്യാനിക്കണവർ ധ്യാനം വിടുവൊന്നും വേണ്ട. നിങ്ങൾ സാധന ചെയ്യണവർ സാധന വിടുവൊന്നും വേണ്ട. സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ത്യാഗരാജസ്വാമികളെ കേൾക്കാതിരിക്കണ്ടല്ലോ. അതുപോലെ നമ്മളുടെ ഒക്കെ ലക്ഷ്യമാണത്. ആ കേട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണത്, ആനന്ദിക്കാനാണ്. അത്തരത്തിൽ സ്വതന്ത്രമായ ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ആ അവസ്ഥയിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. എപ്പോഴെങ്കിലുമൊക്കെ അത് നമ്മളുടെ സാർത്ഥകമായിട്ട് തീരും, നമ്മളതായിട്ട് തീരും. അപ്പൊ ഇപ്പത് ആസ്വാദനം എന്ന് തന്നെ എടുത്തോളുക, ആസ്വദിച്ചോളുക. സാധിക്കുവോ സാധിക്കില്ലയോ എന്നൊക്കെ വ്യാപാര ബുദ്ധിയോടുകൂടെ ചിന്തിക്കരുത്. ഇതൊക്കെ ഇപ്പൊ പറയണു, ഇതൊക്കെ നമുക്ക് സാധിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സന്തോഷിച്ച് കേട്ടുകൊള്ളാം. ഇത് നമ്മളുടെയൊക്കെ ലക്ഷ്യമാണ്, നമ്മളുടെയൊക്കെ ഉണ്മയായ സ്വരൂപമാണ്. അപ്പോ ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഒരു പുതിയ പ്രക്രിയ തുടങ്ങുന്നത്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം, ഈ ലോകത്തിനെ വർണ്ണിക്കുകയാണ്. ഈ ലോകം എന്താ? ഭൂമി, രാപോ, അനലോ, വായു, ഖം, മനോ, ബുദ്ധിരേവച്ച് അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടധ. ഈ വേൾഡ്, ഈ ലോകം കാണപ്പെടുന്നത് എന്താ? മെറ്റീരിയലിസ്റ്റിക് വേൾഡ് അല്ലേ നമ്മളുടെ മുമ്പിൽ? സയന്റിഫിക് വേൾഡ്. സയൻസ് അനലൈസ് ചെയ്ത് നമ്മളുടെ മുമ്പില് അക്ക് വേറെ ആണി വേറെ ആക്കിയിട്ട് തരുന്നുണ്ട് ഓരോ കാര്യങ്ങളെയും. ആറ്റമാണ്, മോളിക്യൂളാണ്, ആറ്റമാണ്, ഇലക്ട്രോണാണ്, പ്രോട്ടോണാണ്, ന്യൂട്രോണാണ്, ഒക്കെ വേറെ 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 ആക്കിയിട്ട് അനേക പദാർത്ഥങ്ങളാക്കി ഈ ലോകത്തിന് ഇട്ട് തന്നിരിക്കുകയാണ് നമ്മളുടെ മുമ്പിൽ. ഋഷികളും 5 ഭൂതങ്ങളായിട്ട് പിരിച്ചു. ഭൂമി, അതായത് സോളിഡ് മാറ്റർ, ജലം, ലിക്വിഡ് മാറ്റർ, അഗ്നി, കെമിക്കൽ,
വായു, ഗ്യാസ്, ആകാശം, പ്ലാസ്മ എന്നൊക്കെ ഇന്നിപ്പോ സയൻസിൽ പറയേണ്ടതൊക്കെ പറയാതില്ല. സൂക്ഷ്മതരം. അതിനേക്കാളും സൂക്ഷ്മതരാണ് മനഃ, ബുദ്ധി, അഹങ്കാര. അഹങ്കാരം എന്ന് വെച്ചാൽ ഇവിടെ മഹത്തത്വം എന്നെടുത്തോളാം. ബുദ്ധിയോ ഏതിനോ ഒന്നിനും മഹത്തത്വം, അവ്യക്തം, മഹത്തത്വം ഒക്കെ പറയും. ഏറ്റവും സൂക്ഷ്മതലം വരെ പോവാം. മനസ്സ് വിരിഞ്ഞു കഴിയുമ്പോഴാണ് ആകാശതത്വം തോന്നപ്പെടുന്നത്. സയേ തസ്മാദാത്മന ആകാശസംഭൂത. അപ്പൊ ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞു. നമ്മളുടെ മുമ്പിൽ കാണപ്പെടുന്ന ഈ ലോകം, നമ്മള് ഇൻക്ലൂഡിങ് അവർസെൽഫ്, ഞാനും ഈ ലോകവും കൂടി ചേർന്നിട്ടാണ് മായ എന്ന് പറഞ്ഞത്. ആ മായ എന്താ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം പ്ലസ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങൾ പുറത്തും അതിനോട് ഞാൻ ബന്ധപ്പെടുന്നത് ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം വെച്ചുകൊണ്ട് ഇവിടെയും. എല്ലാരും MBA-ക്കാരാണ് നമ്മളൊക്കെ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. നമുക്കതേ ഉള്ളൂ. ഇപ്പൊ ലോകത്തിൽ എല്ലാവർക്കും വേണ്ട MBA ആണ്. MBA എന്താ? ആത്മാ ഇല്ല, MBA എല്ലാവർക്കും ഉണ്ടെന്നാണ്. എന്താ MBA? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതിലാണ് എല്ലാവരും സ്പെഷ്യലൈസേഷൻ. എല്ലാ കമ്പനികളും, ഇൻഡസ്ട്രികളും, ആശ്രമങ്ങളും ഒക്കെ നടത്താൻ MBA-ക്കാർ വേണം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ മൂന്നുണ്ടെങ്കിൽ നടക്കുള്ളൂ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം വെച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളോട് ഉള്ള ഇന്ററാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ വസ്തു തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ നടത്തണം. സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ സ്ഥൂല പഞ്ചഭൂതങ്ങളോട്, അപഞ്ചീകൃത പഞ്ചഭൂതങ്ങൾ പഞ്ചീകൃത പഞ്ചഭൂതങ്ങളോട്, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. ഇതിനകത്ത് പെട്ടുപോയി, പുറത്തേ വരാൻ പറ്റില്ല. അതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സ്വപ്നത്തിനെ കുറിച്ച് ലെക്ചർ ചെയ്യണത്. ഇപ്പോ ഇതിനെ ഭഗവാൻ അപരാപ്രകൃതി എന്ന് പറഞ്ഞു. ഇതിനെ വേണമെങ്കിൽ അവിദ്യ എന്നും പറയാം. ലളിതാ സഹസ്രനാമത്തിൽ വിദ്യ അവിദ്യാസ്വരൂപിണീ നമഃ എന്ന് ദേവിക്കൊരു നാമം. ഇതിനെ അവിദ്യാപ്രകൃതി എന്നും വേണമെങ്കിൽ പറയാം, അപരാപ്രകൃതി എന്നും പറയാം. ഇതിൽ നിന്ന് വരുന്ന എല്ലാ അറിവും അപരാവിദ്യയാണ്. അപരാവിദ്യ എന്ന് വെച്ചാൽ ലോവർ നോളജ് or knowledge within relativity. Knowledge within the circle of ignorance. ആ അറിവാണ് നമുക്കുള്ളത്. ഇതിനെയാണ് ഭഗവാൻ അപരാപ്രകൃതി എന്ന് പറഞ്ഞത്. നമ്മൾ എന്ത് അറിവ് വിശേഷിപ്പിച്ചാലും നോക്കൂ, ഇതിനകത്തുള്ള ആൾ. ഇത് പറഞ്ഞ് ഇനിയിപ്പോ പരാപ്രകൃതിയെ ഭഗവാൻ പറയാണ്. അടുത്ത ശ്ലോകം നോക്കാം. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. അപരാ, ഇതിന് ഇത്രയും നേരം പറഞ്ഞ പ്രകൃതി ഉണ്ടല്ലോ, അതായത് നമ്മൾ, സിമ്പിൾ ഡെഫിനിഷൻ, നമ്മളും നമ്മളുടെ ലോകവും, അതിനെ അപര എന്ന് ഭഗവാൻ പറഞ്ഞു. അപര എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ന പര. രാവിലെ പറഞ്ഞ കാര്യം തന്നെ. ന ഭൂമി ന തോയം ന തേജോ ന വായു ന ഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹ. ന പര എന്ന് വെച്ചാൽ ഇത് സത്യമല്ല എന്നർത്ഥം. ന പര എന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് ദ ട്രൂത്ത്. ന പര, നികൃഷ്ട, അശുദ്ധ, അനർത്ഥകരി, സംസാരബന്ധനാത്മിക ഇയം. ഇത് വെളിയിൽ
ഒരു വസ്തുവായി ഈ പറഞ്ഞ രീതിയിൽ കാണപ്പെടുന്നവരെ അതിനെന്തൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ് ശങ്കരൻ കൊടുക്കണത് നോക്കുക. നികൃഷ്ട, അശുദ്ധ, അനർത്ഥകരി, സംസാരബന്ധനാത്മിക ഇയം. നികൃഷ്ട എന്ന് വെച്ചാൽ ലോവർ സ്റ്റാൻഡേർഡിലുള്ളതാണ്. അശുദ്ധ എന്ന് വെച്ചാൽ അതിങ്ങനെയുള്ളവരെ അത് കംപ്ലീറ്റ്ലി പ്യുവർ ആവില്ല, അശുദ്ധമാണ്. അനർത്ഥകരി എന്ന് വെച്ചാൽ മനസ്സിനെ അതിൽ വിടുംതോറും ഒരിക്കലും യു വിൽ നോട്ട് ഫൈൻഡ് ദ അൾട്ടിമേറ്റ്. അതുകൊണ്ടാണ് സയൻസോ മറ്റോ ഒന്നും പെർഫെക്റ്റ് ആവില്ല എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് സയൻസിനോടോ വേറെ ഒന്നിനോടും വിരോധമല്ല. കാരണം ഒബ്ജക്റ്റീവ് നോളജ് ക്യാൻ നെവർ ബി പെർഫെക്റ്റ്. അനർത്ഥകരി എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ആചാര്യസ്വാമികൾ പറഞ്ഞു അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ പ്രാപ്താശേഷ അനർത്ഥ. പരമപുരുഷാർത്ഥം ഒട്ട് കിട്ടൂല, അനേക അനർത്ഥങ്ങള് കൂടിക്കൂടി വരും. അതുകൊണ്ട് ബി വെയർ ഓഫ് നോളജ്. ബി വെയർ ഓഫ് ഡോഗ്സ് എന്നിടുന്ന പോലെ ബി വെയർ ഓഫ് നോളജ്. അറിവ് വളരെ ജാഗ്രതയായി ആവശ്യത്തിന് മാത്രം പുറമേ നിന്നുള്ള അറിവ് മതി. എന്താന്ന് വെച്ചാൽ സംസാരബന്ധനാത്മിക എന്നും പറയുന്നുണ്ട്. അത് നമ്മളെ ഒരു വസ്തു അറിയുമ്പോ ആ അറിവ് നമ്മളുടെ ഉള്ളിലൊരു ഇൻഹിബിഷനായിട്ട് മാറും. നിങ്ങളിപ്പോ പലരും എനിക്കറിയില്ല. നിങ്ങളെക്കുറിച്ച് ഓരോ വിശേഷണങ്ങൾ ഞാൻ അറിഞ്ഞു വെക്കും തോറും നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോ നിങ്ങളെ നിങ്ങളായിട്ട് കാണുന്നതിനുള്ള ഒരു തടസ്സമായിട്ട് ആ അറിവ് നിൽക്കും. ആ തടസ്സം തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. നിങ്ങളെ ഒക്കെ എല്ലാ വിശേഷണവും മാറ്റി ശുദ്ധ ചിത്സ്വരൂപമായി കാണുന്നത് മാത്രമാണ് അറിവ്. അതിന് പകരം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഊര്, നിങ്ങളുടെ കുടുംബ വർത്തമാനം, നിങ്ങളുടെ സ്വഭാവം നല്ലത് ചീത്ത ഒക്കെ ഞാൻ അറിഞ്ഞു വെച്ചാൽ അനർത്ഥ, അശുദ്ധ, ബന്ധനാത്മിക, സംസാരബന്ധനകരി, നികൃഷ്ട ഇയം ഒന്നും അറിയണ്ടാണ്. അറിയണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ ഉണ്ടല്ലോ, അയാള് മോശമായിട്ടാണല്ലോ ഇരിക്കണത്. അത് സത്യമല്ല കുട്ടിന്ന്. അത് അപരാപ്രകൃതിയാണ്. ദാറ്റ് ഈസ് നോട്ട് ഹിസ് റിയൽ സെൽഫ്. അയാൾ എത്ര വലിയ ദുഷ്ടനാവട്ടെ, അത് അയാളുടെ അപരാപ്രകൃതിയാണ്. ഹിരണ്യകശിപുവിനെ അടക്കം നാരദ മഹർഷി പറഞ്ഞു, ഇത്രയും വലിയൊരു അസുരനെ കാണിച്ചിട്ട് പറഞ്ഞു അയാളുടെ അസുര സ്വഭാവം മുഴുവൻ അപരാപ്രകൃതിയാണ്, അയാള് ശുദ്ധവസ്തുവാണെന്നാണ്. ഭഗവത് പാർഷദനാണല്ലോ ഉള്ളില്, അല്ലേ? അപ്പൊ ഈ അപരാപ്രകൃതി നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, പക്ഷെ ശ്രദ്ധ അതിൽ ഇടാവുന്നതല്ല. പിന്നെ എവിടെയാ ശ്രദ്ധിക്കേണ്ടത്? ഇതഹ അസ്യാഹ യഥോക്തായാഹ തു അന്യാം വിശുദ്ധാം പ്രകൃതി. ഇതിനപ്പുറം ഒരു നേച്ചറുണ്ട്, എല്ലാവരിലും ഉണ്ടെന്നാണ്. ഏറ്റവും വലിയ ദുഷ്ടനിലും ഉണ്ടത്. ആത്മഭൂതാം പ്രകൃതി, ആത്മാവായ പ്രകൃതി. വിദ്ധി പരാം പ്രകൃഷ്ടാം ജീവഭൂതാം ക്ഷേത്രജ്ഞലക്ഷണാം പ്രാണധാരണ നിമിത്തഭൂതാം ഹേ മഹാബാഹു. ക്ഷേത്രജ്ഞലക്ഷണം. ഈ ശരീരം ക്ഷേത്രം, ഇതിനകത്ത് ക്ഷേത്രജ്ഞൻ. ക്ഷേത്രജ്ഞൻ എന്ന് വെച്ചാൽ നാരായണൻ എന്നർത്ഥം, ഭഗവാൻ എന്നർത്ഥം. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സർവക്ഷേത്രേഷു, അല്ലാതെ ഒരാളിൽ മാത്രമെന്നല്ല, എല്ലാ ക്ഷേത്രങ്ങളിലുള്ളിലും ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നവൻ ഞാനാണെന്ന് അറിഞ്ഞുകൊള്ളൂ അർജുന. എല്ലാവരുടെ ഉള്ളിലും. അപ്പൊ ആ ക്ഷേത്രജ്ഞൻ ആണ് ഇവിടെ ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ജീവനായിട്ട് തോന്നപ്പെടുന്നത് ഏതൊന്ന്? നമ്മളുടെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ കണ്ണിലൂടെ ഏതാണോ നമ്മളെ നോക്കണത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനകത്തിരുന്ന് ചെവിയിലൂടെ ഏതാണോ കേൾക്കണത്, മൂക്കിലൂടെ ഏതാണോ മണക്കുന്നത്, നാവിലൂടെ ഏതാണോ രുചിക്കണത്, ത്വക്കിലൂടെ ഏതാണോ സ്പർശിക്കണത്, അത് അതൊരു വലിയ ഉപാസനയാണ്. അതായത് നമ്മൾ ആദ്യം തീരുമാനിക്കുകയാണ് എല്ലാവരുടെ ഉള്ളിലും എല്ലാവരിലും 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് അപരാപ്രകൃതി, 2 പരാപ്രകൃതി.
അപരാപ്രകൃതിയാണ്. ഇപ്പൊ നമ്മൾ കുടുംബത്തിലിരിക്കുമ്പോൾ ഈ അറിവ് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് വെച്ചാൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ. ഇപ്പോ പൊതുവെ ഞാൻ കാണുന്നതാണ്, ഭാര്യയും ഭർത്താവും പുറമേക്ക് വരുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെയൊക്കെ ഇരിക്കും. വീട്ടിൽ പൊതുവെ തല്ലാണ്. സന്ദർഭം കിട്ടുമ്പോ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവരുടെ തലയിലെഴുത്ത് ഇവർ പറയണതൊക്കെ കേൾക്കണം. സന്ദർഭം കിട്ടുമ്പോ പതുക്കെ വന്ന് ഭർത്താവ് ഭാര്യയെ കുറിച്ച് രണ്ട് പറഞ്ഞിട്ട് പോകും, ഭാര്യ വേറെ വഴിക്ക് വന്ന് ഭർത്താവിനെ കുറിച്ച് രണ്ട് പറയും. ഇത് പരിഹരിക്കാൻ നമ്മൾ പോയി നിന്നാൽ നമ്മൾ വിഡ്ഢിയാവും. കാരണം അത് കഴിഞ്ഞാൽ നമ്മൾ പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചാൽ അവർ രണ്ടുപേരും കൂടെ നമ്മളെ കുറിച്ച് പറയും. അപ്പൊ ഇതിലെന്താ ചെയ്യാ? ഭർത്താവും ഭാര്യയും അറിഞ്ഞുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ അപരാപ്രകൃതിയാണ്. എത്ര നികൃഷ്ടം വേണമെങ്കിൽ ആവട്ടെ, എന്തൊക്കെ തന്നെ ദുസ്വഭാവം ഉണ്ടാവട്ടെ, ഇത് അയാളുടെ അപരാപ്രകൃതിയാണ്. ഐ വിൽ ബിയർ വിത്ത് ഇറ്റ്. ഒന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. മാറുകയാണെങ്കിൽ മാറട്ടെ, അല്ലേ? ചിലപ്പോ സീസണൊക്കെ മാറുന്നു, വെതർ മാറുന്നു. അതുപോലെ പ്രകൃതിയിൽ ചിലപ്പോ മാറ്റം വരും. ഒരുപക്ഷെ അയാൾ നല്ലവനായാലും വലിയ വിശ്വാസമൊന്നും വെക്കണ്ടായപ്പോ വേണമെങ്കിൽ തിരിച്ചാവാം. കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നല്ലവനായിരിക്കും, നാളെ ചീത്തയായിരിക്കും, ഇപ്പൊ നല്ല മൂഡിലായിരിക്കും. ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്തത് ആരെയാന്ന് വെച്ചാൽ ഈ മൂഡിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവര് സ്നേഹമായിട്ടിരിക്കും, പക്ഷെ എപ്പ കടിക്കും എന്നറിയില്ല. പ്രകൃതിയാണ്. അപ്പൊ ആ പ്രകൃതിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെ, ചിത്തിനെ, ക്ഷേത്രജ്ഞലക്ഷണാം പ്രകൃതിം ജീവഭൂതാം പ്രകൃതിം, അതിനെ കാണാമെങ്കിൽ നമ്മള് ഇതിന് മധുവിദ്യ എന്ന് പറയും. അതായത് ഒരു പുഷ്പത്തിൽ നിന്നും വണ്ട് തേൻ മാത്രം എടുക്കണ പോലെ ഓരോ ജീവനെ കാണുമ്പോഴും ഈ വിദ്യയെ അറിയുന്നവന് ആദ്യം അയാൾക്കത് ഉപാസനയാണ്. എന്നുവെച്ചാൽ പതുക്കെ പഠിക്കുകയാണ്. നമ്മള് ഡയറക്റ്റ് ആയിട്ട് കാണുന്നത് എന്താ? അയാളുടെ ശരീരവും അതിന്റെ ചേഷ്ടയും അയാളുടെ മനസ്സിന്റെ വൈകല്യങ്ങളും അല്ലെങ്കിൽ നന്മകളും അയാളുടെ കഴിവുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിനെയൊക്കെ ഉപേക്ഷിക്കുക. അതൊക്കെ കാണുന്നുണ്ട്. യു കനോട്ട് അവോയ്ഡ് ഇറ്റ്. യു വിൽ സീ ഇറ്റ്. ഇറ്റ് ഈസ് ദേർ. ഉണ്ട്, മുമ്പിലുണ്ട്, കാണുന്നു. നന്മ കാണുന്നു അല്ലെങ്കിൽ ചീത്ത കാണുന്നു. അതിനെ മാറ്റി നിർത്തിയിട്ട് ഉള്ളിലുള്ള നാരായണന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുകയാണ്. എളുപ്പത്തിൽ സാധിക്കില്ല. പക്ഷെ പതുക്കെ പതുക്കെ ആ ദൃഷ്ടി നമ്മളെ അഭ്യാസം ചെയ്ത് സഹജമായാൽ നമുക്ക് അപരാപ്രകൃതി വഴിവിട്ടു തരും. അപരാപ്രകൃതി വഴിവിട്ടു തരും. മാത്രമല്ല ഒരാളുടെയും അപരാപ്രകൃതി നമ്മളെ ബാധിക്കില്ല. അവര് നല്ലവരാവട്ടെ ചീത്തയാവട്ടെ ബാധിക്കില്ല. അതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. ഈ അപരാപ്രകൃതിയുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അതാണ്. ഇവിടെ ഭഗവാൻ പറയണത് ഈ പരാപ്രകൃതിയും അപരാപ്രകൃതിയും കൂടിച്ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. അടുത്ത ശ്ലോകം നോക്കൂ. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയാം അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ. സർവാണി ഭൂതാനി, ഈ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും ഇതിന്റെ ഏതദ്യോനീനി, ഇതിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതേ പരാപരേ ക്ഷേത്രജ്ഞലക്ഷണേ പ്രകൃതി യോനിഹി യേഷാം ഭൂതാനാം. ഇത് രണ്ട് പ്രകൃതിയും കൂടി ചേർന്നതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ട് ഭഗവാൻ പറയണത് ഇതില് അപരാപ്രകൃതി ഞാനാണ്, പരാപ്രകൃതി ഞാനാണ്. കൃത്സ്നസ്യ, പൂർണ്ണമായ ജഗത്തിന്റെ പ്രഭവവും പ്രളയവും ഞാനാണ്. ജന്മാദ്യസ്യത ഞാനാണ്. ഇതാ എന്നിലാണ് ഉദിക്കണത്, എന്നിലാണ് നിൽക്കുന്നത്, എന്നിലാണ് ലയിക്കണത്. ഇതിൽ പരാപ്രകൃതി ശുദ്ധമാണ്, അപരാപ്രകൃതി അശുദ്ധമാണെന്ന് നമ്മളിപ്പോ പറഞ്ഞു അല്ലേ? ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. വൈദ്യശാസ്ത്രത്തിലെ ഒരു സമ്പ്രദായമാണ്. രോഗി വരണം, രോഗിയുടെ രോഗം വൈദ്യം കാണുന്നുണ്ട്, അത് ഫാക്റ്റാണ്.
വൈദ്യൻ രോഗിയുടെ രോഗം കാണുന്നു. പക്ഷേ വൈദ്യൻ ദൈവജ്ഞനെ പോലെ, തത്വജ്ഞനെ പോലെ വൈദ്യൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ രോഗം അപരാപ്രകൃതി ആയതുകൊണ്ട് അത് ഉണ്മയല്ലെന്ന് തീരുമാനിച്ച് അതിന് മരുന്നൊക്കെ കൊടുക്കും. രോഗിയുടെ പരാപ്രകൃതി, ഒരു രോഗം കൊണ്ടും ബാധിക്കപ്പെടാത്തതായ പരാപ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രോഗിയോട് ജ്ഞാനി ശിഷ്യന് തത്വോപദേശം ചെയ്യുന്ന പോലെ രോഗിയോട് പറയാണ്, നിനക്ക് രോഗമൊന്നുമില്ല. അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു വിദ്യയാണെന്നാണ്. നിനക്ക് രോഗം ഉണ്ടെന്ന് പറയണതിന് പകരം നിനക്ക് രോഗമില്ല എന്ന് പറയാം. നീ ശുദ്ധവസ്തുവാണ്. ആ ചിത്ത് ജഡത്തിനെ ബാധിക്കും. അത് വേറെ ഒരു വശം. അപ്പോ ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയാം അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ. പലപ്പോഴും ഈ പരാപ്രകൃതിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മളിൽ ഇല്ലാത്ത സദ്ഗുണങ്ങളൊക്കെ വരും. വളരെ വിചിത്രമാണ്. ഇപ്പോ ശൃംഗേരി സ്വാമി ഭാരതീതീർത്ഥസ്വാമികളുടെ ഗുരു അഭിനവ് വിദ്യാതീർത്ഥസ്വാമി കൽക്കട്ടയിലെ ക്യാമ്പിലിരിക്കുമ്പോൾ എനിക്കറിയണ ഒരു ഭക്തൻ, അദ്ദേഹം ഇപ്പോ മരിച്ചു, ശങ്കരൻ പേര്. അദ്ദേഹം ചെറിയ പയ്യനായിരിക്കുമ്പോ അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ ശൃംഗേരി മഠത്തിനോട് വളരെ അടുപ്പമുള്ളവരാണ്. അപ്പോ സ്വാമി ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഇരിക്കണു, നീ പോയി കണ്ടില്ല, ഒന്ന് പോയി കണ്ടിട്ട് വരുന്നു എന്ന് വളരെ നിർബന്ധിച്ചയച്ചു. അപ്പോ ഈ പയ്യൻ അവിടെ പോയ സമയത്ത് ഒരു സ്ത്രീ ബംഗാളിയിൽ വന്നിട്ട്, ഈ പയ്യന് ഭക്തിയോ വിശ്വാസമോ ശ്രദ്ധയോ ഒന്നുമില്ല, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ കഥയാണ്, ഞാനിതൊന്നും വിചാരിച്ചിട്ട് വീട്ടിൽ നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. പോയ സ്ഥലത്ത് ഒരു സ്ത്രീ ബംഗാളിയിൽ എന്തൊക്കെയോ വിഷമങ്ങൾ പറയണു. അപ്പൊ സ്വാമികൾ പറഞ്ഞു, ആരെങ്കിലും ബംഗാളി അറിയണവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു. അപ്പൊ ഇദ്ദേഹം തമിഴിലാക്കി കൊടുത്തു. തമിഴിലാക്കി കൊടുത്തപ്പോ അദ്ദേഹം ചോദിച്ചു, നീ ആരുപ്പാ? അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഓ, അതുതാ ഇവളു ഭക്തി എന്ന് പറഞ്ഞു. അത്രയും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്തിയില്ല, ഒന്നുമില്ല, ഞാൻ സാധാരണയായിട്ട് ഒരു കാണാൻ പോയതാണ്. അദ്ദേഹം എന്നെ നോക്കിയിട്ട്, ഓ അതുതാ ഇവളു ഭക്തി, അതുകൊണ്ടാ ഇത്ര ഭക്തി എന്ന് പറഞ്ഞാൽ അന്നു മുതൽ ഞാൻ അടിമ പോലെ പിന്നാലെ നടക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കണം നമ്മളുടെ നെഗറ്റീവായിട്ടുള്ളതൊക്കെ വളരെ പ്രധാനമാണെന്ന് വിചാരിക്കുകയാണ്. എവിടെയെങ്കിലും ആ പോസിറ്റീവ് ഒന്ന് ഇൻസിസ്റ്റ് ചെയ്താൽ അത് പുറത്തു വരും. ഇതിപ്പോ കാഷ്വലായിട്ട് ഓർമ്മ വന്നതാണ് ഈ കഥ. അപ്പോ പരാപ്രകൃതി അപരാപ്രകൃതി സകല ദിവ്യത്വവും നമ്മളുടെ പരാപ്രകൃതിയിലുണ്ട്. അപരാപ്രകൃതിയിൽ എന്തൊക്കെ ദൂഷ്യമായിരിക്കട്ടെ, ആ പരാപ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്താൽ അപരാപ്രകൃതി താനേ ചോട്ടിൽ പോയിക്കോളും. പക്ഷേ പരാപ്രകൃതിയെ അറിഞ്ഞു കഴിഞ്ഞവന് അപരാപ്രകൃതി ഒരു പ്രശ്നമല്ല, അതും ഭഗവാന്റെ സ്വരൂപമാണ്. നല്ലത് ചീത്ത ഗുണം ദോഷം ഒക്കെ ഭഗവാനിൽ ഇൻക്ലൂഡഡ് ആണ്. സൃഷ്ടി സ്ഥിതി സംഹാരം ഒക്കെ ഭഗവാന്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തത. ഈ നല്ലത് ചീത്തയൊക്കെ നമ്മളുടെ കോൺസെപ്റ്റാണ്. പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, നല്ലത് എന്ന് പറഞ്ഞൊരു പദാർത്ഥം മാത്രമായിട്ടില്ല. ചിലപ്പോ നല്ല കാര്യത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വരും. ചിലപ്പോ ചീത്ത നമ്മൾ വിചാരിച്ചതിൽ നിന്നും നല്ല ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ഈ നല്ലത് ചീത്തയൊക്കെ നമ്മൾ സന്ദർഭം അനുസരിച്ച് പറയണതാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നല്ലത്, നമുക്ക് ഇഷ്ടപ്പെടാത്തത് ചീത്ത. ലോട്ടറി അടിച്ചാൽ നല്ലത്, കല്യാണം കഴിഞ്ഞാൽ നല്ലത്, ദാരിദ്ര്യമാണെങ്കിൽ ചീത്ത, യുദ്ധം വന്നാൽ ചീത്ത, എന്തെങ്കിലും മരണം ഉണ്ടായാൽ ചീത്ത. ഇതൊക്കെ നമ്മൾ ഒരു ലെവലിൽ നിന്ന് നോക്കുകയാണ്. ഭഗവാൻ പറയണ ഇത് മുഴുവനും ഞാനാണെന്നാണ്. കൃഷ്ണസ്യ ജഗത, അതിൽ നല്ലതും ഞാനാണ്
ചീത്തയും ഞാനാണ്. ഈശ്വരന്റെ നല്ലതും ഈശ്വരന്റെ അനുഗ്രഹമാണ്, ചീത്ത ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഒരിക്കൽ നാരദ മഹർഷിയും കൃഷ്ണനും കൂടെ ഇങ്ങനെ ഇറങ്ങി ഭൂമിയിൽ വന്നു. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാനെ നമുക്ക് ഇങ്ങനെ നടക്കാം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നടന്ന് നാരദനെയും കൂട്ടിക്കൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് പോയി. വൈകുന്നേരമായപ്പോ ക്ഷീണിച്ചു. ഭഗവാൻ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് താമസിക്കാം എന്ന് പറഞ്ഞ് ഒരു വലിയ വീട്, അവിടെ ചെന്ന് വാതിൽ തട്ടി. ഒരു വലിയ പണക്കാരൻ, അയാൾ വാതിൽ തുറന്നു. വരൂ എന്ന് പറഞ്ഞു. അറുപിഷ്കൻ. നാരദനും കൃഷ്ണനും കൂടെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. കൃഷ്ണനാണെന്ന് അയാൾക്ക് അറിയാം. അയാൾ പറഞ്ഞു, ആ കിടന്നോളൂ എന്ന് പറഞ്ഞു. ഒരിടത്ത് കിടക്കാനൊക്കെ സ്ഥലമൊക്കെ കൊടുത്തു. എന്നിട്ട് കുറെ ബാക്കി വന്ന് ഇത്തിരി കഞ്ഞി എന്തോ കുടിക്കാൻ കൊടുത്തു. അത് കഴിച്ചിട്ട് ഭഗവാൻ കിടന്നു. നാരദർക്ക് ദേഷ്യം വന്നിട്ട് ഓർക്കമേ വരണില്ല. ഭഗവാൻ വീട്ടിൽ വന്നിരിക്കണു, ഈ കഞ്ചൂസ് ഒന്നും കൊടുക്കണില്ല, ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞ് നാരദന് വല്ലാത്ത വിഷമം. ഭഗവാൻ വന്നിട്ട് എങ്ങനെയാ സ്വീകരിക്കേണ്ടതെന്ന് പോലും അറിയണില്ലല്ലോ എന്ന് എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇവര് പുറപ്പെടുകയാണ്. അപ്പൊ ഭഗവാൻ ആ യജമാനനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായിട്ടോ, വീട്ടിൽ ഉമ്മറത്ത് കിടക്കാൻ ഒരു സ്ഥലം കൊടുത്തു, പഴം കഞ്ഞിയും കൊടുത്തു കുടിക്കാൻ. വളരെ സന്തോഷമായി എനിക്ക്. നിങ്ങൾക്ക് ധാരാളം പണവും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് സൗഖ്യമായിട്ടിരിക്കുന്നു. നാരദൻ വിചാരിച്ചു, ഇങ്ങനെയാണോ ഭഗവാന്റെ ഒരു അനുഗ്രഹം? പരമദുഷ്ടൻ, ഇഷ്ടം പോലെ പണമുണ്ട്, ഒരാൾക്ക് ഒന്നും കൊടുക്കണില്ല, എന്നിട്ട് അയാൾക്ക് ധാരാളം ഇനിയും പണം അത്ര. ശരി, അന്ന് നടന്നു, അന്ന് മുഴുവൻ നടന്നു. വൈകുന്നേരം ആയപ്പോ ഒരു കുടിൽ, അവിടെ ചെന്ന് വാതിൽ തട്ടി. ഒരു പരമസാധു അയാൾ വാതിൽ തുറന്നു. ഭഗവാനെ നാരദരെ കണ്ടപ്പോ വളരെ സന്തോഷിച്ച് അകത്ത് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. തന്റെ കയ്യിലുള്ളതില് ഒരു പശുവുണ്ട്, ആ പശുവിനെ കറന്ന് പാല് കൊണ്ടുവന്ന് ഭഗവാന് കുടിക്കാൻ കൊടുത്തു. തനിക്ക് പാചകം ചെയ്തു വെച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള കഞ്ഞി നാരദനും കൊടുത്തു. താൻ പഷ്ണിയായിട്ട് കിടന്നു. കിടക്കാൻ ഭഗവാന് നല്ല കട്ടിലും ഒക്കെ കൊടുത്തു, നാരദർക്കും കൊടുത്തു. എന്നിട്ട് താൻ നിലത്ത് കിടന്നു. അടുത്ത ദിവസം രാവിലെ ഇവര് പുറപ്പെടുമ്പോ ഭഗവാൻ എന്തോ ചോദിച്ചു, എനിക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ഭഗവാൻ, എനിക്ക് ഭക്തി മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഭഗവാൻ എന്തോ ആശീർവാദം കൊടുത്തു. നാരദർക്ക് അറിഞ്ഞു എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. പോയി. പോകുമ്പോൾ ഭഗവാനോട് നാരദൻ ചോദിക്കുകയാണ്, ഇന്നലെ ആ നമ്പർ 1 കഞ്ചൂസിന് ഇനി ധാരാളം പണം സ്വർണവും ഇതൊക്കെ കൊടുത്തു. ഈ ഭക്തൻ എന്താ, നിങ്ങൾ എന്തോ കൊടുക്കണുണ്ടല്ലോ, മുണുമുണോന്ന് പറയണുണ്ടല്ലോ, എന്താ കൊടുത്തതെന്ന് ചോദിച്ചു. അതോ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. പറയൂ നോക്കട്ടെ. നീ ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ എന്തിനാ ദേഷ്യപ്പെടണ? അയാൾക്കൊരു പശു ഉണ്ടായിരുന്നല്ലോ, ആ പശു ചത്തുപോകട്ടെ എന്ന് പറഞ്ഞു. നാരദന് ദേഷ്യം വന്ന് നാരദൻ ചോദിച്ചു, ഇങ്ങനെയാണോ? അയാൾ ആ പരമദുഷ്ടന് ധാരാളം പണം അതും ഇതൊക്കെ കൊടുത്ത് ഇയാൾക്ക് ഇങ്ങനെയാണോ? ഭഗവാൻ പറഞ്ഞു, നാരദരെ, എന്റെ ആശീർവാദത്തിന്റെ സമ്പ്രദായം നിനക്കൊന്നും മനസ്സിലാവണില്ല, അതുകൊണ്ടാ കുഴപ്പം. ഞാൻ എങ്ങനെ ആശീർവദിക്കുമെന്നുള്ളത് വളരെ വിചിത്രമാണ്. ഈ ഭക്തന് ഒരേ ഒരു ബന്ധമേ ലോകത്തിലുള്ളൂ, ഈ പശു. അത് പോയി കഴിഞ്ഞാൽ അവൻ മുക്തനാവും. മറ്റേ ആൾക്ക് ഇനി കിടക്കണു അനുഭവിക്കണം. അതുകൊണ്ടാണ് അയാൾക്ക് ഇനിയും പണവും ഇനിയും സമ്പത്തും ഇനിയും കുട്ടികളും മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് എത്ര കാലം കിടക്കണു കഴിയാനായിട്ട്. അതുകൊണ്ട് ഏതാണ് അനുഗ്രഹം ഏതാണ് ശാപം ഒന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ഭഗവാന്റെ കൃപ ഏതാണെന്ന് അറിയാൻ നമുക്ക് എല്ലാം കൃപയാണ്. നല്ലതും ചീത്തയും ഗുണവും ദോഷവും ഒക്കെ എല്ലാത്തിലും മുക്തിയുടെ ബീജമുണ്ട്. പ്രകൃതിയിൽ മുക്തിയുടെ ബീജമില്ലാത്ത ഒരു വസ്തുവില്ല എന്നാണ്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും ചൈതന്യമുണ്ട്. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല, മത്സ്യമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയണത്? മഹർഷി ഒന്നും മിണ്ടില്ല. ജീവനുള്ളത് കൊണ്ടാണ് നിങ്ങൾ പറയണതെങ്കിൽ കായ്കറികൾക്കും ജീവനുണ്ടല്ലോ എന്ന് പറഞ്ഞു, പച്ചക്കറികൾക്കും ജീവനുണ്ടല്ലോ. അപ്പൊ മഹർഷി പറഞ്ഞു, നീ ഇരിക്കണ പലകയ്ക്കും ജീവനുണ്ട്.
അതിന് മറുപടി കൊടുത്തത്, നീ ഇരിക്കുന്ന പച്ചക്കറിക്ക് മാത്രമല്ല, നീ ഇരിക്കുന്ന പലകയുണ്ടല്ലോ അതിനും ജീവനുണ്ട്. അതുകൊണ്ട് മത്സ്യമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജീവനുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് മാത്രമല്ല, ജീവനില്ലാത്ത ഒരു വസ്തുവും ഇവിടെ ഇല്ല, സകലതും ചൈതന്യമയമാണ്. അത് നിനക്കുള്ള ഭക്ഷണമല്ല, പ്രകൃത്യ. എന്ത് നിനക്ക് വിധിക്കപ്പെടാത്തതാണോ അത് കഴിക്കുന്നത് പാപമാണ്. അത്രയേ ഉള്ളൂ നിയമം. അല്ലാതെ ജീവനുള്ളത് ജീവനില്ലാത്തത് എന്ന് പിരിക്കുകയാണെങ്കിൽ, ജീവനില്ലാത്തത് എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. അതുകൊണ്ടാണ് തൂണിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പുറത്തേക്ക് വന്നില്ലേ. കല്ലിലും വേണമെങ്കിൽ ഭഗവാൻ പ്രകാശിക്കണില്ലേ. ജഡം ചൈതന്യം എന്നൊക്കെ നമ്മൾ പറയണതൊക്കെ സ്ഥൂല ദൃഷ്ടിയായിട്ടാണ്. ജഡം എന്നൊരു പദാർത്ഥമേ ഇല്ല. മാറ്റർ എന്ന് പറഞ്ഞൊരു വസ്തു ഇവിടെ ഇല്ല, ഒക്കെ ചൈതന്യമാണ്. അതാണ് ഏതദ്യോനീനി ഭൂതാനി സർവാണി, സർവാണി ഭൂതാനി ഏതദ്യോനീനി. എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഈ ജീവഭൂതമായ വസ്തുവുമുണ്ട്, അപരാപ്രകൃതിയുമുണ്ട്. ചിലത് കല്ലിന്റെ വേഷമിട്ടിരിക്കണു, ചിലത് സസ്യങ്ങളുടെ വേഷമിട്ടിരിക്കണു, ചിലത് മൃഗങ്ങളുടെ വേഷമിട്ടിരിക്കണു, ചിലത് മനുഷ്യന്റെ വേഷമിട്ടിരിക്കണു. വേഷത്തിലേ വ്യത്യാസമുള്ളൂ. എല്ലാം ചൈതന്യമാണ്. എല്ലാത്തിലും ചൈതന്യമുണ്ട്, എല്ലാത്തിലും ഭഗവത്വം ഉണ്ട്, ഈശ്വരത്വം ഉണ്ട്. അഹം കൃത്സ്നസ്യ ജഗത. കൃത്സ്നം എന്ന് വെച്ചാൽ സമ്പൂർണമെന്നർത്ഥം. സമ്പൂർണമായ ജഗത്തിന് ഞാൻ പ്രഭവസ്ഥാനവും പ്രളയസ്ഥാനവും ഇരിപ്പിടവുമാണ് എന്നാണ്. ജന്മാദ്യസ്യ യതഃ എന്ന് വെച്ചാൽ ഇവിടെ ദിവ്യമല്ലാത്തത് യാതൊന്നുമില്ല. ഈശാവാസ്യമിതം സർവം. ഇവിടെ ദിവ്യമല്ലാത്തത് എന്ന് പറഞ്ഞ് ബൈഫർക്കേഷൻ ചെയ്യുന്നുണ്ടല്ലോ, ആ ബുദ്ധിയാണ് അശുദ്ധം. ഗുണദോഷ ദൃശിർദോഷ. സകലത്തും ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് എന്നറിയാനാണ് അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ മമ പ്രകൃതി യോനിഹി കാരണം സർവഭൂതാനം അതഃ അഹം കൃത്സ്നസ്യ സമസ്തസ്യ ജഗതഃ പ്രഭവഃ ഉത്പത്തിഃ പ്രളയഃ വിനാശഃ പ്രകൃതിദ്വയദ്വാരേണ അഹം സർവജ്ഞഃ ഈശ്വരഃ ജഗതഃ കാരണം ഇത്യർത്ഥഃ. ഇതൊക്കെ തന്നെ അപ്പോ ഈ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണുന്ന പ്രപഞ്ചം തന്നെ വിരാട് രൂപദർശനമാണ്, വിശ്വരൂപദർശനമാണ്. അല്ലാതെ ഈ ഫോട്ടോയിലുള്ള വിശ്വരൂപമൊന്നും കാണേണ്ട ആവശ്യമില്ല. കാണുന്ന കടലും ആകാശവും ഖം വായും അഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേഹേ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേത് അനന്യ. ഇതിന്ന് എപ്പോഴാണ് നമ്മൾ മാറണ? ഞാൻ എന്ന് പറഞ്ഞ അഭിമാനം ഒന്ന് സെപ്പറേറ്റ് ആയി ഉദിച്ചു കഴിയുമ്പോ, ഞാൻ നീ ബൈഫർക്കേഷൻ വരുമ്പോ ഭഗവാൻ ഭഗവത്വം ഈശ്വരത്വം മറന്നുപോയി. അടുത്ത ശ്ലോകം നോക്കൂ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയാം മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. പറഞ്ഞത് തന്നെ മത്തഃ പരതരം അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഹേ അർജുന, എന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു ചെറിയ ഒരു പീസ് സാധനം പോലും കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ്. ഒരു കിഞ്ചിത് അല്പം പോലും ഒരു വസ്തു എന്നിൽ നിന്ന് അന്യമായി ഉണ്ടാവാനേ പറ്റില്ല. നമ്മൾ ഗോഡ് എന്ന് പറയണത്, ഈശ്വരൻ എന്ന് പറയണത്, ഇന്നിപ്പോ സയൻസിലെ ഗോഡ് പാർട്ടിക്കിളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവരി പാർട്ടിക്കിൾ ഈസ് ഗോഡ്. ഗോഡ് അല്ലാതെ എന്തെങ്കിലും ഒന്ന് നോക്കൂ, ഒന്ന് കാണിച്ചു തരൂ. എല്ലാറ്റിന്റെ ഉള്ളിലും സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്. എല്ലാത്തിനും അണോഹോ അണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോഹോ നിഹിതോ ഗുഹായാം. ശ്രുതി പറഞ്ഞു, അണുവിന്റെ ഉള്ളിൽ പോയാലും മഹത്തിൽ പോയാലും ആത്മാ ഉണ്ട്. പക്ഷെ അറിയണമെങ്കിൽ ഇവിടെ വേണം അറിയാൻ. അതായത് അതിലൊന്നും പോയി അറിയാൻ പറ്റില്ല.
ഇതൊക്കെ ഇന്റലക്ച്വൽ എക്സ്പ്ലനേഷൻ ആണ്. അനുഭവം ഇവിടെ ഹൃദയസ്ഥാനത്തിൽ നമ്മളുടെ അഹം അഹം എന്ന അനുഭവ മണ്ഡലത്തിൽ തന്നെ വരണം, അല്ലാതെ പുറമെ അറിയാൻ ഒക്കില്ല. അനുഭവം ആത്മവിചാരം കൊണ്ട് ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ എന്നുള്ളതിന്റെ ഉറവിടം, മൂലസ്ഥാനം, സ്വരൂപം അന്വേഷിച്ച് തന്നെ തത്വജ്ഞാനം വരണം. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞവന് ആ അകമേക്ക് അനുഭവിച്ച ആ വസ്തു അല്ലാതെ അല്പം പോലും ഒരു പദാർത്ഥമില്ല എന്നുള്ളത് ദൃശ്യം, നിദർശനം. മത്തഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. എല്ലാം ഭഗവാനാണെന്ന് ആർക്കുറപ്പുണ്ടോ അവന് ഓരോ തരി മണ്ണും ദിവ്യമാണ്, സകലതും ദിവ്യമാണ്, സകലതും ശുദ്ധമാണ്. ഈ ജ്ഞാനം ഉണ്ടല്ലോ, ഈ ജ്ഞാനം എല്ലാത്തിനെയും ശുദ്ധീകരിക്കും. മൈ സർവമിതം പ്രോതം, നീ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ എന്നില് ഇന്റർവോവൺ, എന്നിൽ ഊടും ഭാവവുമായിട്ട് നിൽക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു ഭഗവാൻ, മുത്തുകളെ നൂലിൽ കോർക്കുന്ന പോലെ. ആ ഉദാഹരണം തൽക്കാലം നമുക്ക് എടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, മുത്തുകൾ എന്ന് വെച്ചാൽ ശരീരം, നൂല് സൂത്രാത്മാ എന്ന് പറയും. എന്നുവെച്ചാൽ ഈ അഹം 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 എന്നുള്ളതിനാണ് സൂത്രാത്മാ എന്ന് പറയുന്നത്. സൂത്രം മഹാൻ അഹം ഇതി പ്രവദന്തി ജീവം. ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സദസച്ഛതയോ പരം യത്. സൂത്രം, സൂത്രാത്മാ എന്ന് വെച്ചാൽ, സൂത്രം എന്ന് വെച്ചാൽ നൂല്. നൂല് മാലയിലോ മുത്തുകൾക്കുള്ളിൽ ഒരേ നൂല് പോലെ നമ്മളുടെ എല്ലാ ശരീരത്തിന്റെയും ഉള്ളിൽ ഒരു ത്രെഡ് ഉണ്ട്, ഒരു ചരടുണ്ട്. ആ ചരടിനെ തൊട്ട് കഴിഞ്ഞാൽ മാലയിലുള്ള എല്ലാ മുത്തിനെയും തൊട്ട് കഴിഞ്ഞു അല്ലേ? ചരട് ഒരിടത്ത് പിടിച്ച് വലിച്ചാൽ എല്ലാ മുത്തുകളുടെ ഉള്ളിലുള്ള ചരടും തൊട്ട് കഴിഞ്ഞു. അതുപോലെ ഭഗവാൻ പറയണത്, എന്നെ തൊട്ടാൽ നീ എല്ലാരെയും തൊട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു ജ്ഞാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അറിഞ്ഞു. ചരട് തൊട്ടാൽ നൂലിലുള്ള സകല മുത്തും തൊടപ്പെടുന്നത് പോലെ എന്റെ ഞാൻ എന്നുള്ള എന്റെ സ്വരൂപത്തിനെ, അഹം എന്നുള്ള എന്താണ് ഈ അഹം, ഞാൻ എന്താണ് എന്ന് ആരായുകിൽ, ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹം എന്നുള്ള അനുഭവത്തിന്റെ സൂക്ഷ്മതരവും സൂക്ഷ്മതമവും ആയിട്ടുള്ള മണ്ഡലത്തിൽ പോയി കേവല ചിന്മാത്രമായ ബോധത്തിനെ തൊട്ടറിയുമ്പോ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ബോധം അത് തന്നെ എന്നാണ്. മിസ്റ്റീരിയസ്, ഇൻ എ മിസ്റ്റീരിയസ് വേ യു കം ഇൻ ടച്ച് വിത്ത് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്, വിത്ത് ദ ഹോൾ യൂണിവേഴ്സ് യു കം ഇൻ ടച്ച്. യൂണിവേഴ്സ്, ലോകം എന്നൊക്കെ പറയണതൊക്കെ തന്നെ ഇന്ദ്രിയ പ്രത്യക്ഷമാണല്ലോ. ടൈം സ്പേസ് ഒക്കെ വെച്ചുകൊണ്ടാണ് അനന്തം എന്നൊക്കെ പറയണത്. ഇവിടെ തൊട്ടാൽ എല്ലാത്തിനെയും തൊട്ടു. ബ്രഹ്മജ്ഞാനം എന്ന് പറയണത് ആശ്ചര്യകരമായ ജ്ഞാനമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞവൻ, അവൻ അറിഞ്ഞു കഴിഞ്ഞവനായിട്ട് പോലും നിൽക്കുന്നില്ല, അറിവേ ആയി മാറുന്നു. ഹൈഡ്രജനെ അറിഞ്ഞവൻ ഹൈഡ്രജനായിട്ട് മാറില്ല, ഓക്സിജനെ അറിഞ്ഞവൻ ഓക്സിജനായിട്ട് മാറില്ല, ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മമായിട്ട് മാറും. അവൻ അത് തന്നെ ആയിട്ട് തീരുന്നു. ആ ജ്ഞാനമാണ് പ്രത്യഭിജ്ഞ എന്ന് പറയണത്. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്, സൂത്രേ മണിഗണായിവ്. അനേകം മണികൾ, മുത്തുകളിലെ സൂത്രം, നൂലെന്ന പോലെ സകല പ്രാണിജാലങ്ങളുടെയും അന്തരംഗത്തിൽ അന്തര്യാമിയായിട്ടുള്ള ആ സൂത്രത്തിനെ, ആ ചരടിനെ തന്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ചവന് പിന്നീട് അതിൽ നിന്ന് അന്യമായൊരു പദാർത്ഥമില്ല. സ്ക്രീനിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമയില്ല. സിനിമയൊക്കെ സ്ക്രീൻ തന്നെ. മരുഭൂമിയെ കണ്ടു കഴിഞ്ഞവൻ അതിലുണ്ടാവുന്ന മരീചിക വെറും ഒരു പ്രതിഭാസമാണ്, വെള്ളമില്ല.
അവിടെ പോയാൽ മണലേ എടുക്കാൻ പറ്റുള്ളൂ, വെള്ളം എടുക്കാൻ പറ്റില്ല. അതുപോലെ ചിത്തിനെ അറിഞ്ഞു കഴിഞ്ഞവന് ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പര ബ്രഹ്മാഹം ബ്രഹ്മമച്ഛത്രു ബ്രഹ്മമത് മിത്ര ബാന്ധവാ, സകലതും ഭഗവത് സ്വരൂപം തന്നെ. മത്തഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഹേ അർജുന, അർജുനനെ ഭഗവാൻ ഇവിടെ ധനഞ്ജയ എന്ന് വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ എല്ലാരും ധനഞ്ജയന്മാരാണ്. നമ്മൾ പഠിക്കുന്നത് ധനം ജയിക്കാൻ വേണ്ടിയിട്ടാണ്, ജോലി എടുക്കുന്നത് ധനം ജയിക്കാൻ വേണ്ടിയാണ്, രാവൂല പകരൂല എന്ന് പണിയെടുക്കുകയാണ്. അമേരിക്കൻ കമ്പനീസിലൊക്കെ പോയിട്ടൊക്കെ ധനഞ്ജയന്മാരാണ്. എന്തുകൊണ്ടാ ധനം ജയിക്കാൻ ഇത്രയധികം ഒക്കെ ഉത്സാഹം എടുക്കണത് എന്ന് വെച്ചാൽ, നമ്മള് ഇപ്പോ എന്തൊക്കെ തന്നെ ഗീത കേട്ടാലും വേദാന്തം കേട്ടാലും ഒക്കെ ആയാലും അതൊക്കെ എല്ലാവർക്കും സെക്കൻഡറിയാണ്, രണ്ടാമത് മാത്രമാണ്. അതിനൊന്നും പ്രാധാന്യം ആളുകളിൽ കാണുന്നില്ല. വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ ഈ പ്രാന്തന്മാര്. ബാക്കിയൊക്കെ ബുദ്ധിശാലികളാണ്. അവരൊക്കെ വളരെ പ്രാക്ടിക്കൽ പീപ്പിളാണ്, പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പ്രായോഗികമായിട്ട് വല്ലതും സ്വാമിയാർമാരടക്കം അങ്ങടേക്കാണ് പോണത്, ഇങ്ങടേക്കില്ല. പ്രായോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ്. എന്താ ചെയ്യേണ്ടത്? ധാരാളം പണം വരണം. ഈ പണം എന്തിനാ ഈ പണത്തിനോട് ഇത്രയധികം മോഹം? കടലാസിനോടുള്ള മോഹമാണോ? അതൊന്ന് ആരാഞ്ഞു നോക്കണം. എന്തുകൊണ്ടാ അതിനോട് ഇത്രയധികം മോഹം? ശരിക്കും ഒരു വിഗ്രഹാരാധനയാണത്. എല്ലാവരും ഭക്തി ഇല്ലാത്ത ആളുകളെ ഇല്ല. എവിടെ ഭക്തി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു ആരാധനയാണത്. അവരുടെ വിഗ്രഹം ഈ നോട്ടാണെന്ന് മാത്രം. അത് നോട്ടിനോടാണോ? ആ നോട്ട് എന്തിനെയോ റെപ്രസെന്റ് ചെയ്യാണ്, അതിനോടാണ് ആരാധന, അല്ലാതെ ആ കടലാസിനോടല്ല. ഇപ്പൊ നാളെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇപ്പൊ പഴയ കാലത്ത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു എന്നാണ്. നിങ്ങൾക്ക് വഴിതിരിങ്ങ തരും, നിങ്ങൾ എനിക്ക് പഞ്ചസാര തരും. എന്റെ വീട്ടിൽ വഴിതിരിങ്ങ ഉണ്ടെങ്കിൽ വഴിതിരിങ്ങ നിങ്ങൾക്ക് തന്നു, നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം എനിക്ക് തന്നു. അന്ന് പണത്തിന്റെ പ്രയോജനം ആർക്കുമില്ല. ഇപ്പൊ നമ്മൾ പണമായി. ഇപ്പൊ ഈ പണം ഇപ്പോ നാളെ ഗവൺമെന്റ് തീരുമാനിച്ചു, ഇപ്പൊ തന്നെ പലർക്കും പണമേ കൊടുക്കു വാങ്ങലേ ഇല്ല, ഒക്കെ ക്രെഡിറ്റ് കാർഡാണ്, ഒക്കെ അവിടെ കാണുകയേ ഉള്ളൂ. ഈ പണം എന്നുള്ള സാധനമേ കാണുന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞു. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിസ്റ്റം എല്ലായിടത്തും വന്നു എന്ന് വെച്ചോളാം. ഇപ്പൊ ഇനി ഈ 1000 രൂപ നോട്ടൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചതൊക്കെ എന്ത് ചെയ്യും? പഴയകാലത്ത് ഓട്ടനാണിയൊക്കെ ഇപ്പൊ പല വീട്ടിലും വെച്ചിട്ടുള്ള പോലെ ഇതൊക്കെ വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. ഇല്ലെങ്കിൽ ഭാഗവത് സപ്താഹം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പ്രസാദം പൊതിഞ്ഞു കൊടുക്കാം. 1000 രൂപ നോട്ടില് കടലയും ഇതൊക്കെ പൊതിഞ്ഞു കൊടുക്കും അല്ലേ? എന്തായി? അപ്പൊ അതിനോട് മോഹമൊന്നുമില്ല. അതിനെ കണ്ട ആരും കണക്കാക്കില്ല, റോഡിൽ കിടന്നാൽ കണക്കാക്കില്ല, ഒന്നും കണക്കാക്കില്ല. അപ്പോ അതെന്തിനെയോ റെപ്രസെന്റ് ചെയ്യണം. എന്തിനെയാണ് അത്? നമ്മളുടെ ഉള്ളില് അവ്യക്തമായി കിടക്കുന്ന എന്തോ ഒന്നിനെ അത് നമുക്ക് കണ്ണാടി പോലെ കാണിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ധരിക്കുകയാണ് ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് സുഖം കിട്ടും, സംരക്ഷണം കിട്ടും, ഇത് കയ്യിലുണ്ടെങ്കിൽ ഭയപ്പെടണ്ട, ഇത് കയ്യിലുണ്ടെങ്കിൽ സുഖം കിട്ടും. ഈ രണ്ട് കാര്യമാണ് മുഖ്യം. ഒന്ന് ഭയം പോവും, ഒന്ന് സുഖം കിട്ടും. അപ്പോ ഭയമില്ലായ്മയും സുഖവും ഇത് രണ്ടുമാണ് ഈശ്വരന്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? ഈശ്വരന്റെ അടുത്ത് അഭയം, എന്നെ രക്ഷിക്കണം, എനിക്ക് സുഖം തരണം, എല്ലാ വസ്തുക്കളും തരണം, ഇത് രണ്ടും തരുന്ന ആളാണ് നമ്മൾ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിഗ്രഹം അമ്പലത്തിലുള്ളത് വെറും പോളിയാണ്. നമ്മളുടെ വിഗ്രഹം ഈ നോട്ടുകെട്ടാണ്. നമ്മളുടെ ആരാധനാമൂർത്തി 1000 രൂപയുടെ കെട്ടും ചെക്ക് ബുക്കും ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് കൗണ്ടറും ഒക്കെയാണ്. നമ്മളുടെ അമ്പലം ബാങ്കും ഇതുമൊക്കെയാണ്. ഷെയർ മാർക്കറ്റും ഇതൊക്കെയാണ്. പലർക്കും അത് കാണുമ്പോൾ ഉള്ളിൽ കോരിത്തരിക്കുകയാണ്. എന്തുകൊണ്ട് അതിനോട് ആകർഷണം വന്നു? അതെനിക്ക് സംരക്ഷണം തരുമെന്നും എന്നെ ഭയത്തിൽ നിന്ന് വിമുക്തമാക്കുമെന്നുമുള്ള ധാരണ ഉള്ളത്. അത് ഇല്യൂഷനാണെന്ന് നീ എപ്പ അറിയണോ? അത് ഭ്രമമാണെന്ന് നിനക്ക് എപ്പ അറിയണോ? എപ്പം നിനക്ക് അഭയവും
സുഖമും ജ്ഞാനം കൊണ്ട് മാത്രമേ വരുള്ളൂ എന്നുള്ളത് നീ വിവേകം കൊണ്ട് എപ്പം മനസ്സിലാക്കണോ, അപ്പൊ ഈ പണം സമ്പാദിക്കാൻ നീ എത്ര ഉത്സാഹം കാണിക്കണോ അത്രയും ഉത്സാഹം ഈ ആത്മജ്ഞാന സമ്പാദനത്തിൽ നിനക്കുണ്ടാവും. സെയിം എനർജി. നമ്മൾക്കൊക്കെ ഇന്റലിജൻസ് ഉണ്ട്. ഇന്റലിജൻസ് നമ്മള് വെറുതെ സത്സംഗത്തില് ഭഗവാനാണ് സത്യം, ഭഗവാനാണെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മളെങ്ങനെ തിരിയില്ല. നമ്മളുടെ ഉള്ളിലുള്ള കോളാറ് കുഴപ്പം നീക്കണമെങ്കിൽ ആ കുഴപ്പത്തിനെ നല്ലവണ്ണം ഇട്ട് ഇളക്കി, എന്തുകൊണ്ട് നമ്മൾ ഒരിടത്ത് ആകർഷിക്കണമെന്ന് വെച്ചാൽ ആകർഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിചാരം ചെയ്തു നോക്കും. എന്തുകൊണ്ടാണ് ഞാൻ അതിന് പുറകെ പോണം? ഇതുകൊണ്ടാണ്. അതുകൊണ്ട് കിട്ടുമോ? കിട്ടില്ല. കിട്ടില്ല എന്ന് അറിയണ വരെ വിചാരം ചെയ്യാം. നല്ലവണ്ണം ഏകാന്തത്തിലിരുന്ന് വിചാരം ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് സാധിച്ചു എല്ലാവർക്കും? ഇല്ല. പിന്നെയോ? അത് വേണം, പണം വേണം. എന്തിനാ? പച്ചക്കറി വാങ്ങിക്കണം, അരി വാങ്ങിക്കണം, വീട് ചായം പൂശണം, വീട് കെട്ടണം, അതിനൊക്കെ വേണം. ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ചോളൂ. നിത്യവസ്തുവിനെ ആശ്രയിക്കണം, അനിത്യദ്രവ്യങ്ങളെ ഉപയോഗിക്കണം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അനിത്യദ്രവ്യങ്ങളെ ആശ്രയിച്ചിട്ട് നിത്യവസ്തുവിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. നിത്യവസ്തുവിനെ, നിത്യത്തിനെ ആശ്രയിച്ച് അനിത്യത്തിനെ വ്യവഹരിക്കണം. അനിത്യത്തിനെ തള്ളിക്കളയണ്ട. പണത്തിനെ വ്യവഹരിക്കണം, ശരീരത്തിനെ വ്യവഹരിക്കണം, ഉപയോഗിക്കണം. അതിനെന്താ വേണ്ട പ്രയോജനം എന്ന് വെച്ചാൽ ചെയ്തോളാം. പക്ഷേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്. ആശ്രയം നിത്യവസ്തു മാത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹേ ധനഞ്ജയ, നീ ജ്ഞാനജയനായിട്ട് തീരും, നീ സത്യകാമനായിട്ട് തീരും. അതുകൊണ്ട് ഹേ ധനഞ്ജയ, നല്ലവണ്ണം അറിഞ്ഞുകൊള്ള. ഇപ്പോ പണം സമ്പാദിക്കുന്ന ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ഏത് വസ്തുവിനും പണമാക്കാൻ പറ്റുമോ നോക്കും. അവരുടെ സാമർത്ഥ്യം അതിലൊക്കെയാണ്. മണി ബ്രീഡ്സ് മണി എന്നൊരു ചൊല്ലുണ്ട്. പണം ഉണ്ടായിക്കഴിഞ്ഞാൽ പണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത്രേ. എന്തിനേയും കിട്ടിക്കഴിഞ്ഞാൽ അവർ പണമാക്കാൻ പറ്റുമോ നോക്കും എന്നാണ്. എന്തു കുപ്പയാണെങ്കിലും അതിനെ കൊണ്ടൊരു വസ്തു ഉണ്ടാക്കിയിട്ട് പണമാക്കും. അതേ സാമർത്ഥ്യം ബ്രഹ്മവിദ്യയിൽ കാണിക്കാമെങ്കിൽ ഭഗവാൻ പറയുന്നത്, അർജുന, എന്നെ കിട്ടാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എന്നെയാണ് വേണ്ടതെന്ന് നീ തീരുമാനിച്ചാൽ എന്നെ അല്ലാതെ ഒരു വസ്തു നിനക്ക് കാണുകയില്ല. പക്ഷെ നീ അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കണ്ണിൽ വേറെ പലതൊക്കെ ആയിരിക്കും കാണുന്നത്. കാണുന്ന വസ്തുക്കളിലൊക്കെ ഭഗവാനെ കാണണം. അല്ലാതെ ഭഗവാൻ എന്ന് പറഞ്ഞൊരു ഭാവന വെച്ചുകൊണ്ട് തെരഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. ശേഷാദ്രി സ്വാമികൾ എന്ന് പറഞ്ഞ് തിരുവണ്ണാമലയിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അവധൂതനായിട്ട് നടക്കും. എവിടെയാ കണ്ടുപിടിക്കാന്നേ പറയാൻ പറ്റില്ല. ഒരാള് സ്വാമിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, സ്വാമി എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന്. ചുണ്ടക്കാ ചാപ്പിട് എന്ന് പറഞ്ഞു. എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ സ്വാമി എന്ന് പറഞ്ഞു. ചുണ്ടക്കാ ചാപ്പിട് എന്ന് പറഞ്ഞു. ചുണ്ടക്കാ കഴിക്കുന്നു. ഇതാണ് ഉപദേശിച്ചത്. അയാൾക്ക് മനസ്സിലായില്ല. പിന്നീട് അത് വേറെ ആരോ വ്യാഖ്യാനിച്ചു കൊടുത്തതാണോ എനിക്ക് സന്ദർഭം എനിക്ക് ഓർമ്മയില്ല. അതായത് ചുണ്ടക്ക എപ്പോഴും കയ്പുള്ളതാണല്ലോ അല്ലെ. ജീവിതത്തിൽ കുറെ ദുഃഖവും ഒക്കെ വന്നാൽ വൈരാഗ്യം വരും. വൈരാഗ്യം വന്നാൽ പതുക്കെ വിവേകം ഉണ്ടാവും. വിചാരം എന്തോ ചുണ്ടക്ക ചാപ്പിടെന്ന് പറഞ്ഞു. ഒരു ദിവസം സ്വാമികൾ ഒരു എരുമയെ പിടിച്ചുകൊണ്ട് നിൽക്കുക. പി നാരായണസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഓയ്, ഇത് എന്നത്? എരുമയെ കാണിച്ചിട്ട് ചോദിക്കുക, ഇത് എന്നത്? എരുമേ സ്വാമി. വീണ്ടും ചോദിച്ചു, ഇത് എന്നത്? എരുമ. എരുമേ. അവന് എരുമയെന്ന് വിളിക്കും. എരുമേ, ഇത് ബ്രഹ്മമിടാ. എരുമ എന്ന് പറയുന്ന പേര് നിന്റെ ഉള്ളിലല്ലേ ഉള്ളത് അല്ലെ. എരുമയ്ക്ക് അറിയോ? എരുമയെന്ന് വിളിച്ചാൽ അത് എന്തോ ചോദിക്കുവോ?
എരുമ എന്നുള്ള പേര് നിന്റെ ബുദ്ധിയിലാണ്. എരുമ എന്നുള്ള രൂപത്തിന് എരുമ എന്നുള്ള പേര് കൊടുത്ത് എരുമ എന്നുള്ള അവജ്ഞയോടുകൂടെ കാണുന്നത് നീയാണ്. എരുമയെ സംബന്ധിച്ചിടത്തോളം ആ പേരും രൂപം ഒന്നും സത്യമല്ല. അതിൽ ആ നാമവും രൂപവും വിട്ടാൽ അത് കേവലമായ ഭഗവത് സ്വരൂപമാണ് എന്ന് കാണണം. അത് എന്തുണ്ടോ അതാണ് ഭഗവാൻ. സ്വാമികളെ കാണാനായിട്ട് ഒരാള് തിരുവണ്ണാമലയിൽ വന്ന് ഇറങ്ങി സ്റ്റേഷനിൽ. ശേഷാദ്രി സ്വാമികളെ കാണാൻ വേണ്ടി വന്നതാ. സ്റ്റേഷനിൽ ഇറങ്ങി നേരെ അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പോയി. ആരോ പറഞ്ഞു അരുണാചലേശ്വര ക്ഷേത്രത്തിൽ ഉള്ളിൽ പ്രവേശിച്ച ഉടനെ ഒരു സന്നിധിയുണ്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒന്നുണ്ട്. കമ്പത്തിളയനാർ എന്ന് പറയും. വളരെ വിശിഷ്ടമായ ഒരു സന്നിധിയാണ്. കമ്പം എന്ന് വെച്ചാൽ തൂടം, ഇളയനാർ എന്ന് വെച്ചാൽ മുരുകൻ. തൂണില് മുരുകൻ പ്രഭുടദേവരായർ മഹാരാജാവിന്റെ കാലത്തില്, അതായത് ഒരു 700 വർഷം മുമ്പ് പ്രഭുടദേവരായർ മഹാരാജാവ് സഭ കൂട്ടിയിട്ട് പബ്ലിക്കായിട്ട് 100-300 പേരുടെ സാന്നിധ്യത്തില് അരുണഗിരിനാഥർ പാടിയിട്ട് തൂണില് മുരുകൻ ആവിർഭവിച്ചു എന്നാണ് കഥ. തൂണില് സുബ്രഹ്മണ്യന്റെ ദർശനം ആ 100-200 പേരും രാജാവടക്കം ദർശിച്ചു എന്നാണ്. ആ തൂണിലാണ് അവിടുത്തെ മുഖ്യ വിഗ്രഹം. അതുകൊണ്ട് അതിന് കമ്പത്തിളയനാർ കോയിൽ എന്ന് പറയും. ആ ക്ഷേത്രത്തില് ആണ് സാധാരണ ശേഷാദ്രി സ്വാമികൾ കിടക്കുക. അതൊന്നും റെഗുലർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പൊതുവെ അവിടെ കാണാം, സാധ്യത കൂടുതൽ. അപ്പൊ ഈ മനുഷ്യൻ ശേഷാദ്രി സ്വാമികളെ കാണാനായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് വന്നു. അവിടെ വന്നിട്ട് അവിടെ ഒരു പൂജാരിയോ സ്വാമിയോ ഇരിക്കണ്ടായിരുന്നു. അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു, ശേഷാദ്രി സ്വാമികൾ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇറങ്ങിപ്പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എവിടെ പോയിട്ടുണ്ടാവും? ആവോ അത് പറയാനേ പറ്റില്ല എന്ന്. അമ്പലത്തിന് മുഴുവൻ അന്വേഷിച്ചു, കണ്ടില്ല. അപ്പൊ ആരോ പറഞ്ഞു, യക്ഷമാൾ എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അവരുടെ വീട്ടിൽ പോയി ചിലപ്പോൾ ഊണൊക്കെ കഴിക്കും. സ്വാമികൾ എവിടുന്നാ ഊണ് കഴിക്കാന്ന് പറയാനേ പറ്റില്ല. അതൊന്നും നിയമല്ല. ഞാൻ ഡൽഹിയില് ഒരു ഭാഗവത സപ്താഹം ചെയ്യാൻ പോകുമ്പോ ഒരു 101 വയസ്സായ ഒരു ആളെ കണ്ടു. അദ്ദേഹം തിരുവണ്ണാമലക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോ അമ്മ വീട്ടിന് ഉമ്മറത്ത് ഇരുത്തിയിട്ട് ചോറ് കയ്യിലാക്കി ഊട്ടിക്കൊടുക്കാം. கையில வச்சு போடுவோமே குழந்தைகளுக்கெல்லாம், அந்த மாதிரி வாசலൊക്കെ. അപ്പോ സ്വാമികൾ ഇങ്ങനെ തെരുവിൽ പോവാണ്. അവിടെ വന്നിരുന്ന് കൈ നീട്ടി. അപ്പോ കുട്ടിക്ക് ഒരു കൈ, സ്വാമികൾക്കൊരു കൈ. സ്വാമികൾ വാങ്ങി കഴിച്ച് വേറെ നിറഞ്ഞപ്പോ പോകുമ്പോ ഈ കുട്ടിയുടെ മുതുകത്ത് തട്ടിയിട്ട് 100 വയസ്സ് ഇരുപ്പായിടാ എന്നിട്ട് പോയി. ഇത്ര ഞാൻ കാണുമ്പോ 101 വയസ്സായി. അപ്പൊ സ്വാമികൾ ഈ കമ്പത്തിളയനാർ സന്നിധിയിലില്ല. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ആളുടെ കഥയിലേക്ക് വരിക. നമ്മള് എച്ചമ്മാളുടെ വീട്ടിലുണ്ടാവും പറഞ്ഞു. ആ വൃദ്ധയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. ശേഷാദ്രി സ്വാമികളോട് വന്നിട്ടുണ്ട്. ഇപ്പതാൻ പോനാർ. അമ്പലത്തിൽ പോയപ്പോഴും കിട്ടിയ വാർത്ത ഇതാണ്. ഇവിടെ വന്നപ്പോഴും പറഞ്ഞു ഇപ്പൊ പോയതേ ഉള്ളൂ. എവിടെങ്കിലും ഉണ്ടാവും. തെരുവിലൊക്കെ പോയി അന്വേഷിച്ചു. ഇവിടെ എന്താ പറയണു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പല സ്ഥലത്ത് അന്വേഷിച്ചു. അവിടെ പോയാൽ അവിടെ കിട്ടുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പോയി. ആരോ പറഞ്ഞു മലയുടെ മേലെ കയറി പോണം കണ്ടുവന്നു. അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അന്വേഷണം. പിന്നെ അടുത്ത ദിവസം അന്വേഷിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ കാണാനേ കിട്ടാത്ത. എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവസാനം ആരോ പറഞ്ഞു ഇതാ തെരുവിലിരിക്കേണ്ടതെന്ന് പറഞ്ഞു. തെരുവിലിരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ പഴവും അതും ഇതൊക്കെ ആയിട്ട് ഓടി കാണാനായിട്ട്. അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഇടയിൽ കൂടെ നോക്കിയപ്പോ വലിയ ഷോക്കായി. എന്താന്ന് വെച്ചാൽ
3 ദിവസം മുമ്പ് ട്രെയിനിൽ വന്ന് ഇറങ്ങിയപ്പോ സ്വാമികൾ വന്നിട്ട് ഒരു 4 അണയോ മറ്റോ ഭിക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇയാളുടെ അടുത്ത് വന്നിട്ട് 4 അണയോ കൊടു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇയാള് കാര്യമായിട്ട് പറഞ്ഞു, നല്ല ശരീരം ആരോഗ്യമായിട്ടിരിക്കണം, പണിയെടുത്ത് ജീവിച്ചൂടെ, ഇങ്ങനെ ഭിക്ഷ എടുക്കണോ എന്ന് വെച്ചാ. അപ്പോ ഭിക്ഷക്കാരൻ എന്ന് പറയുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ്, സ്വാമികൾ എന്ന് പറയുമ്പോ പഴം, മുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സ്വാമികൾ എന്ന് പറയുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ്, ഭിക്ഷക്കാരൻ എന്ന് പറയുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ്. ആ ഭിക്ഷക്കാരൻ തന്നെയാണ് സ്വാമി എന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഇപ്പൊ കണ്ടപ്പോ ഷോക്കായി. ഇങ്ങനെ മുമ്പിൽ പോവും. അവസാനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമി അപചാരം അപചാരം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, എല്ലാരെയും സാമിയാ പാക്കണോപ്പാ. സ്വാമി എന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് മാത്രം നോക്കാൻ പാടില്ല, എല്ലായിടത്തും കാണുന്നു. സമത്വം യോഗ ഉച്യത്തെ എന്ന്. മത്ത പരതരം ന അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. ഹേ ധനഞ്ജയ, ഞാനല്ലാതെ വേറെ ഒന്നുമില്ല. മൈ സർവമിതം പ്രോതം, എന്നിലെ എല്ലാം നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. സൂത്രേ മണിഗണായിവ, ഒരു മാലയിൽ മുത്തുകൾക്കിടയിൽ നൂലെന്ന പോലെ. അതൊരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ക്രീനിൽ സിനിമ പോലെ എന്ന് വെച്ചോളൂ. സ്വപ്നത്തിൽ എങ്ങനെ സ്വപ്നദ്രഷ്ടാവ് നിറഞ്ഞു നിൽക്കണു, അതുപോലെ വിശ്വത്തിൽ ഭഗവാൻ വ്യാപ്തനാണ്. സ്വപ്നത്തിൽ സ്വപ്നദ്രഷ്ടാവല്ലാതെ വേറെ വല്ലതുണ്ടോ? സ്വപ്നം കാണുന്നവൻ തന്നെയാണ് സ്വപ്നത്തിലുള്ള സകല പദാർത്ഥങ്ങളും. അതുപോലെ വിശ്വത്തിൽ ഈ പരമേശ്വരനല്ലാതെ, ആ ഭഗവാനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് മയി സർവമിതം പ്രോതം അഹമേവ ജഗത് കാരണം ഇത്യർത്ഥഃ. പരമേശ്വരേ മയി സർവാണി ഭൂതാനി ഇദം ജഗത് പ്രോതം അനുസ്യൂതം അനുഗതം അനുവിദ്ധം ഗ്രഥിതം ഇത്യർത്ഥഃ. ദീർഘതന്തുഷു പടവത് സൂത്രേ ച മണിഗണ ഇവ. ഒരു മുണ്ടിൽ നൂലെന്ന പോലെ എന്നാണ്. ദീർഘതന്തുഷു പടവത്. പടം എന്ന് വെച്ചാൽ തുണി. തുണിയില് നൂലുകൾ എങ്ങനെ കിടക്കുന്നു, നൂലുകളിലാണ് തുണി നിൽക്കുന്നത്. നൂലുകളെ മാറ്റിയിട്ട് തുണിയില്ല. അതുപോലെ ഭഗവാനെ വിട്ടിട്ട് പ്രപഞ്ചമെന്ന് പറഞ്ഞു ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒക്കില്ല. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം മുതൽക്ക് ഭഗവാൻ ഓരോന്നായിട്ട് എടുത്ത് വിശേഷിപ്പിച്ച് പറയാണ്. കുറച്ചൊരു ഉദാഹരണത്തിനായിട്ട്. എല്ലാറ്റിലും ഞാനുണ്ട്, എങ്കിലും ഏതേത് രീതിയിലാ ഭഗവാനെ ഉള്ളത് എന്ന് ചോദിച്ചാൽ നോക്കൂ. രസോഹം അപ്സു കൗന്തേയാം പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഃ ഖേ പൗരുഷം നൃഷു. രസോഹം അപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഃ ഖേ പൗരുഷം നൃഷു. ഹേ കൗന്തേയ, അഹം അപ്സു രസഃ അസ്മി. രസരൂപേ മയി ആപഃ തിഷ്ഠന്തി. രസസ്വരൂപമായ എന്നിൽ ജലം വർത്തിക്കുന്നു. രസോഹം അപ്സു കൗന്തേയ. ഹേ അർജുന, രസഃ അഹം. വെള്ളത്തിന്റെ സാരമാണ് രസം. അപാംയസാരഃ സരസഃ. ജലത്തില് രസം. രസം എന്ന് വെച്ചാൽ ടേസ്റ്റ്. നമ്മൾക്ക് നാവിന് ടേസ്റ്റ് അറിയാൻ കാരണം തന്നെ ജലത്തിന്റെ സാന്നിധ്യമാണ്. ജലതന്മാത്രയാണ് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. രുചി ജലത്തിന്റെ സ്വഭാവമാണ്. രസം ഭഗവാന്റെ സ്വരൂപമാണ്. എന്ത് ടേസ്റ്റും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. രസോ വൈ സഹ. ശ്രുതി തന്നെ പറയുന്നത് ഭഗവാന്റെ സ്വരൂപം തന്നെ രസമാണ്.
ഇനിയിപ്പോ ജലത്തില് രസം എന്ന് വെച്ചാൽ അതിന്റെ സാപ്പിഡിറ്റി, അതിന്റെ വാട്ടർനെസ്. ജലത്വം ഭഗവാന്റെ സ്വരൂപമാണ്. അതിന്റെ ജലത്വം ഭഗവാന്റെ സ്വരൂപം. അപ്പൊ കയ്യിൽ വെള്ളം എടുക്കുമ്പോ, രാവിലെ എണീറ്റ് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോ നിങ്ങൾക്ക് ഈ ജലത്തിൽ ഭഗവാനാണ് ഉള്ളതെന്നാണ്. അങ്ങനെ വേണം കുളിക്കാൻ എന്നാണ്. അത് ഭഗവാനാണ്, ഭഗവാന്റെ സ്വരൂപമാണ്. സാധാരണ വരുണ അകമർഷണമൊക്കെ ജപിച്ചുകൊണ്ടൊക്കെയാണ് കുളിക്കുക. അവിടെ ഈ ജലം വരുണന്റെ സ്വരൂപമാണ്, ഭഗവാന്റെ സ്വരൂപമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹിരണ്യശൃംഗം വരുണം പ്രപദ്യേ തീർത്ഥം മേ ദേഹി ആചിതാം എന്നൊക്കെ പറഞ്ഞ് ഈ ജലം എന്നെ ശുദ്ധമാക്കട്ടെ, ജലം ഭഗവത് സ്വരൂപമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുളിക്കുക. അതിന്റെ സയൻസ് ഭഗവാൻ ഇവിടെ പറയാണ്. ജലത്തിന്റെ ഉള്ളിൽ നാരായണൻ വർത്തിക്കണം. ജലം ഭഗവാന്റെ ഒരു വിഗ്രഹമാണ്, ഒരു മൂർത്തിയാണ്. നമ്മൾ ഗംഗയിൽ നമുക്ക് എളുപ്പത്തിൽ കാണാം. ഇന്നൊക്കെ റിസർച്ച് ചെയ്ത് വലിയ പ്രസിദ്ധമായ പുസ്തകങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ലിവിങ് വാട്ടർ എന്നാണ്. വെള്ളത്തിൽ തന്നെ ചൈതന്യവത്തായ ജലം. ഗംഗയ്ക്ക് വളരെ വിശിഷ്ടാണ്. ഗംഗയെക്കുറിച്ചുള്ള റിസർച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണോ അവര്. എന്നുവെച്ചാൽ അവരതൊക്കെ അവസാനം സയൻസ് ആക്കി തീർക്കും. എത്ര ചളി വന്ന് വീണാലും കുറച്ചു ദൂരം പോകുമ്പോഴേക്കും അത് ശുദ്ധമാവണം. അത് കണ്ടുവരേണ്ടതാണ്. നമ്മളിപ്പോ കുംഭമേളയ്ക്ക് പോയിട്ട് കുളിച്ച് വൃത്തികേടായിട്ടിരുന്ന് ഗംഗ ഒരു ബോട്ടിൽ എടുത്തോണ്ട് വന്നു, വൃന്ദാവനത്തിൽ വരുമ്പോഴേക്കും ശുദ്ധമായി, നല്ല സ്ഫടികം പോലെയായി. എടുക്കുമ്പോ മുഴുവൻ ചളിയായിരുന്നു. അവര് പറയണത് അതിലെന്തോ ഒരു എമനേഷൻ ഉണ്ടെന്നാണ്. അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തോ ഒരു എമനേഷൻ ഉണ്ട്. അത് ജലത്തിലുള്ള വിഭൂതി സ്ഥാനങ്ങളെയാണ് നമ്മൾ ഗംഗയായിട്ടും യമുനയായിട്ടും ഒക്കെ പറയണത്. ഇവിടെ ഭഗവാൻ പറഞ്ഞ കേവലമായ ജലം, അത് ഗംഗയാവട്ടെ, നമ്മുടെ കിണറ്റിലുള്ള ജലമാവട്ടെ, ഏത് ജലമാവട്ടെ, അതിനകത്ത് സർവം വാരി ഗാംഗം വാരി. എല്ലാ ജലത്തിലും അതിന്റെ എസെൻഷ്യലായി അതിന് ജലത്വം കൊടുത്തുകൊണ്ട് ഞാനുണ്ട് അർജുന. സൂര്യന്റെ വെളിച്ചം പ്രഭാ വരുമ്പോ പ്രഭാസ്മി ശശിസൂര്യയോ, ചന്ദ്രന്റെയും സൂര്യന്റെയും വെളിച്ചം ഞാനാണ്. അപ്പൊ ഭഗവാനെ കാണാൻ എവിടെയും വേണ്ട. രാവിലെ സൂര്യനെ കാണുമ്പോൾ ഭഗവാന്റെ പ്രകാശമാണ്. ചന്ദ്രനെ കാണുമ്പോൾ രജത ധവളമായിട്ടുള്ള ആ കിരണങ്ങളെ കാണുമ്പോൾ ഭഗവത് സ്വരൂപമാണ്. പ്രണവസർവവേദേഷു, വേദത്തിൽ പ്രണവം ഓം, വേദത്തിന്റെ എസൻസ്, ശബ്ദം, സ്ഫോടം ഞാനാണ്. ആകാശത്തിൽ ശബ്ദം ഞാനാണ്. ശബ്ദക്കേ പൗരുഷം നൃഷു, മനുഷ്യരില് അവരുടെ പൗരുഷം, വിൽ പവർ എന്നുവെച്ചാൽ മുക്തിക്കുള്ള ശക്തി, അധ്യാത്മ സാധന ചെയ്യാനുള്ള ഇച്ഛാശക്തി ഞാനാണ്. ഇവിടെ പൗരുഷം എന്ന് വെച്ചാൽ പുരുഷന്റെ സ്വഭാവം എന്നർത്ഥമല്ല. ഏത് ശക്തി കൊണ്ടാണ് അവൻ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രണം ചെയ്യുന്നത്, അന്തർമുഖമാക്കുന്നത്, ആ ഫോഴ്സ്, ആ സ്പിരിച്വൽ ഫോഴ്സ്, ആ സ്പിരിച്വൽ പവർ ഞാനാണ്. അഹമേവ ജഗത്കാരണം ഇത്യർത്ഥഃ. പ്രണവരൂപേ മയി വേദാഹ പ്രോതാഹ. പ്രണവരൂപമായ എന്നിലാണ് വേദം നിൽക്കുന്നത്, ശബ്ദബ്രഹ്മത്തില് എന്നർത്ഥം. ശബ്ദക്കേ പൗരുഷം നൃഷു പുംബുദ്ധി നൃഷു. പുരുഷസ്യ ഭാവ പൗരുഷം എന്നുവെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ അധ്യാത്മസാധന ചെയ്യാനുള്ള ഇച്ഛാശക്തി, വിൽ പവർ, അത് ഭഗവാന്റെ സാന്നിധ്യമാണ്. ഇനി ഓരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കും. ഇതിന്റെ മുഴുവൻ എസൻസ് വീണ്ടും ഓർത്തോളാം. ഇതുമാത്രമാണ് ഭഗവാൻ എന്നറിയാനല്ല, എസൻഷ്യലി ഓരോന്നോരോന്നായി പൊട്ടിച്ചു നോക്കി അതിനകത്തുള്ള വസ്തു ഇത് തന്നെയെന്ന് കാണുന്ന പോലെ എല്ലാറ്റിന്റെ ഉള്ളിലും നമ്മള്
ആ പൂർണ്ണത്വത്തിനെ, ചിത്തിനെ, ഭഗവത് സാന്നിധ്യത്തിനെ കാണാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് ഈ അധ്യായം. ആ അഭ്യാസത്തിന്റെ പൂർത്തി സഹജമായിട്ട്, നാച്ചുറലായിട്ട്, ബുദ്ധിമുട്ട് കൂടാതെ എല്ലാറ്റിലും ആ ഈശ്വരൻ ഇരിക്കുന്നതായിട്ട്, ഭഗവാൻ ഇരിക്കുന്നതായിട്ട് ഉള്ള ദർശനം. ശരിക്കും ആ ദർശനം എപ്പോ സാധിക്കുമെന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ കണ്ടാലേ പറ്റുള്ളൂ. ഇവിടെ സാധിച്ചാലേ എല്ലായിടത്തും കാണാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ പ്രോസസ് അന്തർമുഖമായി ഉള്ളിൽ കാണലാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്നുള്ള ജ്ഞാനമാണ് വളരെ പ്രധാനം. ആദ്യം ഭഗവത് സാന്നിധ്യത്തിനെ നമ്മളുടെ ഹൃദയത്തിൽ കാണണം. ആത്മവിചാരം കൊണ്ട്, ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് ഞാൻ എന്നുള്ളത് എന്താണ്, ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ സ്വരൂപം എന്താണ്, അത് ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല, അത് കേവലമായ ചിത്താണ്, നിർവികൽപമായ ബോധമാണ്, ശുദ്ധ ശിവമാണ്, ഭഗവത് സ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ ആ അനുഭവത്തിനെ വെച്ചുകൊണ്ട് സർവേഷു ഭൂതേഷു ആ ദർശനം സാധ്യം. അതിനാണ് നമ്മൾ രാവിലെ നിർവാണ ദശകം അഥവാ ദശശ്ലോകി രാവിലത്തേത് നമ്മളുടെ ഉള്ളിൽ അറിയാനാണ്. നമ്മളുടെ സ്വരൂപത്തിനെ അറിയാനാണ് രാവിലെ നിർവാണ ദശകം. നോക്കൂ, അതിൽ മുഴുവൻ സെന്റർ ഇവിടെയാണ്. ഇവിടെ ഭഗവാൻ എല്ലാത്തിലും ഞാൻ ഇരിക്കണമെന്ന് പറയുമ്പോ അവിടെ ആചാര്യസ്വാമികൾ ന ഭൂമിർ ന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോ വശിഷ്ട ശിവ കേവലോഹം. എല്ലാം തള്ളിക്കളഞ്ഞ് സുഷുപ്തി അവസ്ഥയിലും പോലുമുള്ള ഏതൊരു സത്തയുണ്ടോ ആ സത്തയാണ് എന്റെ സ്വരൂപം, ആ പ്രജ്ഞയാണ് എന്റെ സ്വരൂപം എന്ന് അകമേക്ക് അനുഭവിക്കുമ്പോൾ, ആത്മസാക്ഷാത്കാരുണ്ടായാൽ സർവം ഖലു ഇദം ബ്രഹ്മ എന്നറിയും. തന്നെ അറിയാതെ ചിന്തിച്ച് ഇത് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വേണം ആദ്യ അനുഭവം. സെന്റർ നമ്മളുടെ ഉള്ളിലാണ്. നമ്മളാണ് ഫൾക്രം, നമ്മളാണ് സെന്റർ, നമ്മളാണ് കേന്ദ്രം. നമ്മളുടെ ഹൃദയത്തിൽ വേണം അനുഭവം ഉണ്ടാവാൻ. പൗരുഷം എന്ന് ഭഗവാനോട് പറഞ്ഞുവല്ലോ. നമ്മളിൽ ഉത്തമ പുരുഷനായിട്ട്, ഫസ്റ്റ് പേഴ്സണായിട്ട് എന്തറിയപ്പെടുന്നുണ്ടോ അത് ഭഗവത് സാന്നിധ്യമാണ്. അപ്പൊ ആദ്യം ഇവിടെ അറിയാം. ആദ്യം വിചാരജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കാം. അവനവന്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ചു നോക്കുക. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്. ഞാൻ എന്നുള്ള അഭിമാനം അത് ശ്രദ്ധിക്കും തോറും എവിടെ ഉദിക്കുന്നുവോ ആ ഹൃദയസ്ഥാനത്തില് ലയിക്കും. ആ അഭിമാനം ലയിക്കുമ്പോ മറ്റൊന്നും പൂർണ്ണമായ പ്രകൃഷ്ടമായ ബോധം അവിടെ താനായി പ്രകാശിക്കും. ആ സത്താചിത് സുഖരൂപമായിട്ടുള്ള വസ്തു, സച്ചിദാനന്ദമായ വസ്തു, കേവലമായ അറിവ്, ജ്ഞപ്തി, അവബോധം, ശാന്തി, ശീതളമായ നിർമ്മലമായ പൂർണ്ണമായ സ്വാനുഭവദീപം അത് അകത്ത് തെളിഞ്ഞ് ജ്വലിക്കും. അതാണ് ആദ്യത്തെ ഭഗവത് വിഭൂതി, അതാണ് ആദ്യത്തെ ഭഗവത് അനുഭവം. അവിടെ അനുഭവം ഉണ്ടായാലേ സർവത്ര കാണുക എന്നുള്ളത് സാധിക്കും. തിലേഷു തൈലം ദധിനീവ സർപ്പിഹി. എള്ളിൽ എണ്ണ പോലെ, തൈരിൽ വെണ്ണ പോലെ അവനവന്റെ ഉള്ളില് ഗൂഢനായ ഭഗവാനെ കടഞ്ഞെടുക്കണം എന്നാണ് നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ. ഇപ്പോ ജീവഭൂതാം മഹാബാഹോ എന്നോ, ജീവഭൂതാം വേറെ ഒരിടത്ത് കാണാൻ പറ്റില്ല. നമ്മളിൽ തന്നെ ജീവഭൂതമായിട്ട് ഇരിക്കുന്നത് നാരായണ സ്വരൂപമാണെന്ന് അറിയണം. അപ്പോ സർവവസ്തുക്കളിലും കാണാൻ നോക്കും. അതിനാണ് ആത്മവിചാരം ചെയ്യണം എന്ന് പറയുന്നത്. ഇതൊക്കെ സാധനയുടെ ഒക്കെ പരിശിഷ്ടം എന്താ? ആത്മവിചാരാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണെന്നുള്ള വിചാരം. ആ വിചാരം സ്വാനുഭവത്തിന് കാരണമായിട്ട് തീരും.
പൂർണ്ണാനുഭവത്തിന് കാരണമായിട്ട് തീരും. അതിന് ഒരു ഉത്സാഹം ഉണ്ടാവാനാണ് സത്സംഗമൊക്കെ. നാളെ രാവിലെ 6:30 മണിക്ക് തുടർന്ന് കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.